പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും വ്യത്യസ്തവും ജീവിതത്തിലെ ദൈവീയ നടത്തിപ്പുകളെ കുറിച്ച് ഇടപെടലുകളെ കുറിച്ചും അനുഗ്രഹീതമായ സാക്ഷ്യവും വചനചിന്തകളുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് കർത്താവിന് വേണ്ടി ഈ കാലയളവിൽ വളരെ ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോമറ്റ് ജോൺസൺ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലെ ദൈവീയ ഇടപെടലുകൾ, ദൈവം തന്നെ വിളിച്ച അനുഭവങ്ങളെ കർത്താവിന് വേണ്ടി അപ്രകാരം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കാനുണ്ടാകിയാൽ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോമറ്റ് ജോൺസനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ഓക്കെ, കർത്താവിന്റെ ദാസനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? പ്രൈസ് ലോർഡ് പാസ്റ്റർ. എന്റെ പേര് ജോമറ്റ് ജോൺസൺ എന്നാണ്. തിരുവല്ല വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞങ്ങളുടെ സ്വദേശം വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ പുൽപ്പള്ളിയാണ് സ്വദേശം. ഞങ്ങളുടെ വീട്ടിലെ പപ്പ, മമ്മി, എനിക്കൊരു അനിയനുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ വിവാഹിതനാണ്. എൻ്റെ ഭാര്യ ജോയ്സ് എന്നാണ് പേര്. ഇപ്പോൾ പൗർഷനിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും പൗർഷനിൽ ശുശ്രൂഷിക്കുന്നവരാണ്. ഇന്ന് ഇപ്രകാരം ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ദേവദാസന് ജീവിതാനുഭവങ്ങൾ, സാക്ഷ്യം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കാൻ തുടർന്നുള്ള സമയങ്ങൾ വിനിയോഗിക്കാവുന്നതാണ്. അതിനായി ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹീതമായ ഈ മീറ്റിംഗിലൂടെ കർത്താവിനെ ഒരിക്കൽ കൂടെ ഉയർത്തുവാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പ്രാരംഭത്തിൽ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് ജോമറ്റ് ജോൺസൺ എന്നാണ്. സ്വദേശം വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന സ്ഥലത്താണ്. എൻ്റെ ഫാദർ അസംബ്ലീസ് ഓഫ് സഭയുടെ ഒരു ശുശ്രൂഷകനാണ്. ഇന്ന് കൊല്ലം ചാത്തന്നൂർ അസംബ്ലീസ് ഓഫ് ചർച്ചിലെ പാസ്റ്റർ ശുശ്രൂഷയിലായിരിക്കുന്നു. അപ്പോൾ തന്നെ മമ്മി, ഒരനിയൻ എനിക്കുണ്ട്. എൻ്റെ ഭാര്യ ജോയ്സ്, ജോമറ്റ് എന്നാണ് പേര്. ഇപ്പോൾ പൗർഷനിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ കർത്താവിന്റെ വേലയോടുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നു. ഒരു പാസ്റ്ററുടെ മകനായിട്ട് ജനിച്ചത് കൊണ്ട് തന്നെ അതിനകത്തുള്ള കഷ്ടതകളും വേദനകളും എല്ലാം കണ്ടു വളരുവാൻ ചെറിയ പ്രായം മുതൽ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കർത്താവ് സഹായിച്ചു. വളരെ ചെറിയ കാലം തൊട്ട് തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ എൻ്റെ പിതാവ് ഒരു പാസ്റ്റർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായിരുന്നു. ഞാൻ വയനാട് ജില്ലയിലാണ് ജനിച്ചതെങ്കിൽ പോലും എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ വയനാട് ജില്ല വിട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്ക് എൻ്റെ പിതാവ് ട്രാൻസ്ഫർ ആയി പോകേണ്ടതുള്ളത് കൊണ്ട് എൻ്റെ പഠനം എല്ലാം മറ്റു പല സ്ഥലങ്ങളിലായിരുന്നു. കോട്ടയം ജില്ലയിൽ പാലായിലാണ് എൻ്റെ പഠനം ആരംഭിക്കുന്നത്. പാലായിക്കടുത്ത് പൈക എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് പഠിത്തമെല്ലാം ആരംഭിക്കുന്നത്. പാലായിൽ 4 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇടുക്കി, തൃശ്ശൂര്, കൊല്ലം, അങ്ങനെ മൂവാറ്റുപുഴ, കൊല്ലം, അങ്ങനെ പല സ്ഥലങ്ങളിൽ ആയിരിക്കുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ +2 പഠനശേഷം അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ, താല്പര്യം എൻ്റെ പിതാവും മാതാവും ചോദിച്ചപ്പോൾ ഒട്ടും സംശയിക്കാതെ ഞാൻ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പ്രാരംഭത്തിൽ അത് കേൾക്കുമ്പോൾ ആരും സമ്മതിക്കത്തില്ലല്ലോ. കാരണം അവരനുഭവിച്ച കഷ്ടത, അവരനുഭവിച്ച വേദന അവരുടെ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള ഒരു അതിയായ ഒരു വേദന അവർ ഞങ്ങളോട് പറഞ്ഞു, മോനെ അങ്ങനെ പോകണ്ട, കാരണം കഷ്ടപ്പാടാണ്, വേദനയാണ്, നീ ചിന്തിക്കുന്നത് പോലെയല്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ കർത്താവിനോടുള്ള സുവിശേഷ വേലയോടുള്ള അതിയായ ആഗ്രഹം നിമിത്തം ഞാൻ പറഞ്ഞു, ഇല്ല, സുവിശേഷ വേല തന്നെ മതി എന്ന് പറഞ്ഞ് ഞാൻ ദൈവവേല തിരഞ്ഞെടുക്കുകയും അതിന് പ്രകാരം എന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ബൈബിൾ കോളേജിൽ, ബദനി ബൈബിൾ കോളേജിൽ ഞാൻ പോയി എൻ്റെ പഠനം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പഠിത്തം കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ തന്നെ മറ്റു കുട്ടികളെ പോലെ, മറ്റുള്ളവരെ പോലെ നന്നായി പഠിക്കാനോ നന്നായി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയാത്ത വിധത്തിൽ എനിക്ക് ശരീരത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട്, എഴുതാൻ കഴിയുന്നില്ല, അസൈൻമെന്റ് വർക്കുകൾ ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ജോലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ വലത്തെ കരത്തിനകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ എനിക്ക് ഒരു പ്രയാസം പോലെ എനിക്ക് തോന്നി.
17-ാമത്തെ വയസ്സിലാണ് ഞാൻ ബൈബിൾ കോളേജിലോട്ട് പോകുന്നത്. ബൈബിൾ കോളേജിൽ പോയി ഏകദേശം 1 വർഷത്തോളം പഠനം കഴിഞ്ഞപ്പോൾ എന്റെ വലത്തെ കയ്യിൽ ഒരു ചെറിയൊരു മുഴ പോലെ ഞാൻ കാണുകയും അത് ഒരു വല്ലാത്തൊരു വിഷമം പോലെ എനിക്ക് തോന്നി. മറ്റുള്ളവരെ പോലെ പഠിക്കാനും മറ്റുള്ളവരെ പോലെ അറിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ വല്ലാത്തൊരു വിഷമത്തിലേക്ക് ഞാൻ പോവുകയും എന്റെ ഒരു സുഹൃത്ത് എന്നെ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നെ കാണിക്കുകയും ചെയ്തു. ആ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് സ്വെല്ലിംഗ് ആണ്, അതൊരു നീര് വെച്ചിരിക്കുന്നതാണ്, അതും അല്ലെങ്കിൽ ഇതൊരു മസിലാകാം എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇത് സാരമില്ല, ഇത് കാര്യമാക്കണ്ട, കാരണം സെമിനാരിയല്ലേ, നിങ്ങൾ അധ്വാനിക്കുന്നവരല്ലേ, പണിയെടുക്കുന്നവരല്ലേ, അറിയാമല്ലോ സെമിനാരിയിൽ ചിലപ്പം വിറക് വെട്ടേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും, ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പക്ഷെ അതിൻ്റെതായ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ പറഞ്ഞു. അപ്പൊ ഞാനും ഒന്ന് ആശ്വസിച്ചു, ചിലപ്പോൾ ഇനി അങ്ങനെ വല്ലതും ആയിരിക്കാം എന്നൊന്ന് ആശ്വസിച്ച് പിന്നെയും പഠിത്തം കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ പിന്നെയും പഴയപോലെ തന്നെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും മറ്റുള്ളവരെ പോലെ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ മാനസികമായ ഒരല്പം പ്രയാസം തോന്നി. എനിക്കിനി ഞാൻ എന്തിനാ പഠിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ബുദ്ധിമുട്ട് എന്നൊക്കെ തോന്നി ഞാൻ എന്റെ പഠിത്തം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. ബാക്കിയുള്ളവരെ പോലെ നന്നായി പ്രവർത്തിക്കാനോ പഠിക്കാനോ കഴിയാതെ വരുമ്പോൾ ഒരു മാനസിക വിഷം, അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് കൊച്ചായി തോന്നുന്നത് പോലെയൊക്കെ തോന്നിയപ്പോൾ എല്ലാവരെ പോലെ അല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമ നിമിത്തം അധ്യാപകരുടെ മുമ്പിലോ കൂട്ടുകാരുടെ മുമ്പിലോ ഒന്നും നല്ലൊരു ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ആകാൻ കഴിയാത്തതിന്റെ വിഷമത്തിൽ ഞാൻ എന്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയും കുറെ കാലം തന്നെ ശുശ്രൂഷ ചെയ്ത് മറ്റുള്ള പല സ്ഥലങ്ങളിൽ ദൈവം അയക്കുന്നത് പോലെ എല്ലാം പോയി അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നിൽക്കുക. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞു ഞാൻ മറ്റ് പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരും അവിടെയെല്ലാം പല സഭകളിൽ പല പാസ്റ്റർമാരുടെയും കൂടെ അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ഒക്കെ ആയിട്ട് നിൽക്കുവാൻ എല്ലാം കർത്താവ് സഹായിച്ചു. പക്ഷേ അങ്ങനെ അങ്ങ് പോകുന്ന കാലഘട്ടത്തിൽ ഒരു സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു പ്രേരണ നൽകി, ഇങ്ങനെ പോയാൽ പോരല്ലോ, വീണ്ടും പഠിക്കണമെന്നൊരാഗ്രഹം. അപ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് ശാന്തമായി, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തോന്നി തുടങ്ങി, ശരീരത്തിനകത്ത് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല, എന്നാൽ വീണ്ടും പഠിച്ചേക്കാം എന്ന് ആഗ്രഹിക്കുകയും എന്റെ പിതാവ് പഠിച്ച അതേ കോളേജിൽ തലയോലപ്പുറമുള്ള എബനേസർ ബൈബിൾ കോളേജിൽ ഞാൻ ചെന്ന് എന്റെ പിതാവ് അവിടെ അഡ്മിഷൻ എടുത്തു തന്നു. അവിടെ വീണ്ടും പഠിക്കാൻ ആരംഭിച്ചു. പക്ഷെ പഠിക്കാൻ ആരംഭിച്ചത് മുതൽ പിന്നെയും ഈ പറഞ്ഞതുപോലെ എന്റെ കൈക്കകത്ത് പിന്നെയും വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടു. കയ്യിൽ വലിയൊരു മുഴ, അപ്പോഴേക്ക് എന്റെ കയ്യിലേക്ക് ഒരു വലിയൊരു മുഴ വന്നു തുടങ്ങി. ഇത് വലിയൊരു ഭാരമായി തോന്നിയപ്പോൾ ഞാൻ അവിടെ വൈക്കത്തുള്ളൊരു ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവിടെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഇത് വെച്ചുകൊണ്ടിരിക്കും തോറും ഇത് അപകടമാണ്. മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് മസിലായിരിക്കാം അല്ലെങ്കിൽ നീര് വെക്കുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് വലിയ കാര്യമാക്കാതെ പഠിത്തം അവസാനിപ്പിച്ച് മറ്റു പല രീതിയിൽ കടന്നുപോയപ്പോൾ ഈ വൈക്കം ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ നേരെ തിരിച്ചാണ്, ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, വളരെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വല്ലാതെ ഭയപ്പെടുത്തി. അങ്ങനെ പഠിത്തം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കാരണം വീട്ടിൽ പറയാൻ പറ്റിയൊരു സാഹചര്യമല്ല. അറിയാമല്ലോ, പാസ്റ്റർമാരുടെ ഒക്കെ ജീവിതം അറിയാമല്ലോ, കഷ്ടപ്പാടും ഒത്തിരി സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഇതൊന്നും വീട്ടിൽ പറയാൻ പറ്റിയൊരു അവസ്ഥയല്ലല്ലോ. അപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ ഇത് പറയാതെ വെച്ച് മുന്നോട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ തന്നെ മറ്റു പല സഭകളിലും എനിക്ക് ശുശ്രൂഷയ്ക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു പല സഭകളിലും ശുശ്രൂഷിക്കാനും ചിലപ്പോൾ പാട്ടുപാടാനും ചിലപ്പോൾ വചനം പ്രസംഗിക്കാനും എല്ലാം അവസരങ്ങളുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഒരു ഒക്ടോബർ മാസത്തിൽ എനിക്ക് തിരുവനന്തപുരത്ത് ഒരു സഭയിൽ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വന്നു. പഠിത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സഭയിൽ ശുശ്രൂഷിച്ച അനന്തരം ഒരു വെള്ളിയാഴ്ച അവിടെ ശുശ്രൂഷിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ച് എന്റെ വീട്ടിലോട്ട് പോകാം. അന്ന് എന്റെ പപ്പ ശുശ്രൂഷിക്കുന്നത് തൃശ്ശൂരാണ്. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ട്രെയിൻ കയറി തിരിച്ച് വീട്ടിലോട്ട് പോയി. ശനി ഞായറും പപ്പായോടും മമ്മിയോടും കൂടെ ആയിരുന്നിട്ട് ആരാധന കഴിഞ്ഞ് തിരിച്ച് ബൈബിൾ കോളേജിലോട്ട് പോകാം എന്നുള്ള താല്പര്യത്തിൽ വീട്ടിലോട്ട് പോവുകയും ആ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ്, ഞാനിത് കൃത്യമായി പറയാൻ കാരണം ഒക്ടോബർ മാസം 19-ാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ, ഞാൻ ജനിച്ച ദിവസം. അപ്പം ആ ഞായറാഴ്ച ആരാധന കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത്, തിരിച്ചു പോവുകയല്ലേ, ബർത്ത്ഡേ ഒക്കെ അല്ലയോ,
ഒരു ഷർട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞ് ഇരിങ്ങാലക്കുടയിലുള്ള ഒരു കടയിൽ എന്നെ കൊണ്ടുപോയി. ഇരിങ്ങാലക്കുടയിലുള്ള ഒരു കടയിൽ എന്നെ കൊണ്ടുപോയിട്ട് ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് ഷർട്ട് എടുത്ത് തന്നു എന്നോട് ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ, ഈ ഷർട്ട് എടുത്ത് ഇടുമ്പോൾ എന്ത് ചെയ്താൽ ഈ കയ്യിലോട്ട് ഷർട്ട് കയറത്തില്ല. ആ ഒരു പരുവത്തിന് ഈ മുഴ വളരുകയും, അന്ന് ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്നൊന്നും അറിയാത്തൊരു സമയം. അതുകൊണ്ട് നേരത്തെ ഈ മുഴ ഉണ്ട് എന്ന് എന്റെ അപ്പനും അമ്മയ്ക്ക് അറിയാമെങ്കിലും തിരുവനന്തപുരത്ത് വെച്ച് ഡോക്ടർ പറഞ്ഞ ആ വാക്കുകൾ മാത്രമേ അവർക്കും അറിയത്തുള്ളൂ. കാര്യമാക്കണ്ട, ഇത് മസിലാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുക. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരല്പം ഒരു ഭയം പോലെ എന്റെ പിതാവിന്റെ മനസ്സിൽ തോന്നുകയും, ഈ ഷർട്ട് കയറാതെ ഒന്ന് കണ്ടപ്പോൾ എന്റെ മാതാവിനും പിതാവിനും ഒരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നുകയും, അവർ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യും, 2 ദിവസം കൂടെ ഇവിടെ നിൽക്കും, ഞാൻ കോളേജിലോട്ട് വിളിച്ചു പറയാം, ഇപ്പൊ പോകണ്ട, ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിച്ചിട്ട് ഇത് എന്താണെന്ന് കൂടുതലൊന്നും അറിയാം. അപ്പോഴും എന്റെ മനസ്സിനകത്ത് വൈക്കത്ത് ഉള്ള ഡോക്ടർ പറഞ്ഞ കാര്യം എന്റെ മനസ്സിനകത്തുണ്ട്. അത് ഞാൻ ഇവരോട് പറഞ്ഞില്ല. അടുത്ത ദിവസം എന്നെ ഇരിങ്ങാലക്കുട ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ TM ജോസിന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോയി. അദ്ദേഹത്തെ ഈ കൈയുടെ അവസ്ഥ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ഒരു MRI എടുത്തിട്ട് വരാൻ ആവശ്യം, MRI സ്കാനിങ് എടുത്തിട്ട് വരാൻ ആവശ്യപ്പെട്ടത് പ്രകാരം അടുത്ത ദിവസം തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി ഒരു MRI എടുത്തിട്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വരികയും, ഞാനും എന്റെ പപ്പായും ഒറ്റയ്ക്ക്, ഞങ്ങൾ രണ്ടുപേരും ആ വീട്ടിനകത്തേക്ക് കയറി ചെല്ലുന്നു. ഒത്തിരി പേഷ്യൻസ് അവിടെ വേറെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആ മുറിക്കകത്തിരിക്കുമ്പോൾ ആ ഡോക്ടർ MRI സ്കാൻ നോക്കിയിട്ട് എന്നോട് മാത്രം പുറത്തു പോയിക്കോളാം, മോൻ ഇവിടെ ഇരിക്കേണ്ട, കുറച്ചു നേരം പുറത്തു പോയിരുന്നോളാം പറഞ്ഞ് എന്നെ പുറത്താക്കി. എന്റെ പപ്പായോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നിങ്ങൾ കരുതുന്ന സംഭവമല്ല, ഏറ്റവും അടുത്ത ദിവസം തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് ആവശ്യം. അങ്ങനെ നവംബർ മാസം 2-ാം തീയതി തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഇത് എന്താണെന്നുള്ളത് ഏകദേശം പിടികിട്ടും. 2-ാം തീയതി എന്നെ അഡ്മിറ്റ് ചെയ്തു. 3-ാം തീയതി രാവിലെ ഓപ്പറേഷൻ നിശ്ചയിച്ചു. 3-ാം തീയതി രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാന് ഒരു 17 അല്ല ഒരു 20 വയസ്സ് മാത്രം പ്രായം എനിക്കുണ്ട്. എന്തുകൊണ്ടാ കർത്താവ് ഇത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കാൻ ആരംഭിക്കുക. ഞാൻ അങ്ങനെയൊന്നും കർത്താവിനോട് സംസാരിക്കാത്ത ഒരാളാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയെങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമെന്നല്ലാതെ വലിയ പ്രാർത്ഥനാശീലമൊന്നും ഉള്ള ആളല്ല. പക്ഷെ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ അറിയാതെ കരയുന്നില്ല എങ്കിൽ പോലും ഹൃദയത്തിനകത്ത് ദൈവത്തോട് നിലവിളിക്കാൻ ആരംഭിച്ചു. ഹൃദയത്തിനകത്ത് നിന്നും ദൈവത്തോട് പറയാൻ ആരംഭിച്ചു, കർത്താവേ, എന്തിനാണ് ഈ പ്രയാസം എന്റെ ജീവിതത്തിൽ വന്നത്, എന്തിനാണ് ഈ നിലവിളിയുടെ സാഹചര്യം എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് പോകുമ്പോൾ തന്നെ എന്നെ ഒരു കിടത്തിക്കൊണ്ട് എന്നെ തള്ളിക്കൊണ്ട് പോവുകയാണ്. ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കൊണ്ടുപോയി ആ ബെഡിനകത്ത് കൊണ്ടുപോയി എന്നെ ഇരുത്തി. ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി, കർത്താവേ, എന്തുകൊണ്ടായി പ്രയാസം, എന്തുകൊണ്ടായി വേദന, എന്തുകൊണ്ടായി ഈ അവസ്ഥ വന്നത്? ഞാൻ ആവശ്യപ്പെട്ടത് ഇത്രയേ ഉള്ളൂ, ദൈവമേ, എന്നെ ഉടനെ സൗഖ്യമാക്കണമേ എന്നല്ല, മറിച്ച് നാളിതുവരെ ഞാൻ കേൾക്കാത്തൊരു ദൈവശബ്ദം എനിക്ക് ഇപ്പോൾ കേൾക്കണം. ഈ ചെറിയ പിള്ളേര് അപ്പനോടും അമ്മയോടും നിർബന്ധം പിടിക്കുന്നത് പോലെ ഞാൻ കർത്താവിനോട് നിർബന്ധം പിടിക്കാൻ തുടങ്ങി, ദൈവമേ, എന്നോട് ഈ അവസ്ഥയിലെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ അത് ഞാൻ വല്ലാതെ കർത്താവിനോട് നിർബന്ധിക്കണം, ദൈവമേ എന്നോട് സംസാരിക്കണം. എങ്കിലും പലപ്പോഴും നമ്മൾ നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ കർത്താവ് എന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പറയുന്നത് പോലെ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു പ്രാർത്ഥനയും കൂടെയാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മളങ്ങ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ. കർത്താവ് ഉടനെ സംസാരിക്കുന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പക്ഷെ ഹൃദയത്തിലെ വിഷമം അങ്ങനെ ഒരു പ്രാർത്ഥനയായി, ദൈവമേ ഇപ്പോൾ എന്നോട് സംസാരിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് നിലവിളിക്കാൻ ആരംഭിച്ചു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ദൈവം സംസാരിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും വലിയ ദൈവസാന്നിധ്യം അനുഭവിച്ചത് ഒരു മാസയോഗത്തിനോ ഒരു ആരാധനയിലോ ഒരു കൺവെൻഷനിലോ ഒന്നുമല്ല. ഞാൻ ഏറ്റവും വലിയ ദൈവസാന്നിധ്യം അനുഭവിച്ച 2015 നവംബർ മാസം 3-ാം തീയതി തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്. ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വലിയ ദൈവസാന്നിധ്യം ഇറങ്ങി വരികയും എന്നോടൊരു മനുഷ്യൻ ശബ്ദം കേൾക്കുക, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്താം. ഒരപ്പൻ എന്നോട് സംസാരിക്കുന്നത് പോലെ, എന്നാൽ ഒരു വലിയ ശബ്ദമായിട്ടല്ല, മറിച്ച്
ഇതെങ്ങനെ വിവരിക്കണമെന്ന് എനിക്ക് അറിയാൻ മേലാത്ത രീതിയിൽ എന്റെ ഹൃദയത്തോട് ഒരാൾ സംസാരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എനിക്ക് പരിചയമുള്ളൊരു വേദഭാഗം, ഒരു വാക്യം എടുത്തിട്ട് എന്റെ മുമ്പിൽ ഒരാൾ എഴുതി കാണിക്കുന്നത് പോലെ, ഒരാൾ സംസാരിക്കുന്നത് പോലെ എന്റെ മുമ്പിലോട്ട് വന്നു. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം. അതുവരെ ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം അന്ന് വരെ ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ നടക്കുന്നു. ഓപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഭീതിയെല്ലാം ഉണ്ട്. എങ്കിലും ഈ ശബ്ദം എന്നെ ഇങ്ങനെ അങ്ങ് ആശ്വസിപ്പിക്കാൻ, ഹൃദയത്തോടെ അങ്ങ് ആശ്വസിപ്പിക്കണം. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ. ആ സംസാരം എങ്ങനെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ, പലപ്പോഴും അന്ന് വരെ ഞാൻ പ്രസംഗിച്ച വിഷയം അബ്രഹാമിന്റെ ദൈവത്തെ പറ്റിയും ഇസഹാക്കിന്റെ ദൈവത്തെ പറ്റിയും യാക്കോബിന്റെ ദൈവത്തെ പറ്റിയും ഏലിയാവിന്റെ ദൈവത്തെ പറ്റിയൊക്കെ ഞാൻ പ്രസംഗിച്ചത്. പക്ഷെ അന്ന് ആദ്യമായിട്ട്, അതുവരെ വാക്യങ്ങൾ ഒത്തിരി പരിചയമുണ്ടെങ്കിലും ഈ ശബ്ദം ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ ബലമായി. കാരണം അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നൊക്കെ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ പോലും കർത്താവ് എന്റെ ദൈവമാണ് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എന്റെ ഉള്ളിലെ ഭാരങ്ങളെല്ലാം അങ്ങ് മാറാം. എന്നോട് വ്യക്തമായി അത് സംസാരിക്കാൻ ആരംഭിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ എന്നെ നോക്കി പൊട്ടിക്കരയുന്ന മാതാവിന്റെ മുഖം, അപ്പന്റെ മുഖം, സഭക്കാരുടെ മുഖം, ബന്ധുക്കളുടെ മുഖം, സഹോദരൻ മാറി നിന്ന് കരയുന്നു. ഇവരെ എല്ലാം കണ്ടപ്പോൾ എനിക്ക് ഒട്ടും വിഷമം തോന്നാത്ത എന്റെ മാതാവിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ മമ്മിയോട് പറഞ്ഞൊരു വാക്കാണ്, മമ്മി ഇനി കരയണ്ട, കർത്താവ് സംസാരിച്ചു, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ, ഇനി കരയണ്ട. ഞാൻ പറഞ്ഞ ഇങ്ങനെയാ, ഈ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി ഭയപ്പെടണ്ട, കർത്താവ് സംസാരിച്ചു, ഞാൻ നിന്റെ കൂടെ. 2015 നവംബർ മാസം 3-ാം തീയതിയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവത്തിന്റെ ദിവസം എന്ന് പറയാം. കാരണം പൊട്ടിക്കരയുന്നവരുടെ മുഖത്ത് നോക്കി അന്ന് വരെ എന്റെ ഹൃദയം ഒത്തിരി ഭാരപ്പെട്ടു എങ്കിൽ പോലും അതിനുശേഷം ഇന്ന് വരെ ഒരു പലതവണ ഈ പ്രയാസങ്ങൾ വന്നെങ്കിലും ഒരു നിമിഷം പോലും കരയാൻ കർത്താവ് അനുവദിച്ചു. ഇതോർത്ത് കരയേണ്ടി വന്നിട്ടില്ല, ഇതോർത്ത് നിലവിളിക്കേണ്ടി വന്നില്ല. കാരണം ഈ ശബ്ദം ഓരോ നിമിഷവും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി സാരമില്ല, ദൈവം പറഞ്ഞു, നീ ഭയപ്പെടണ്ട. അടുത്ത ദിവസങ്ങൾ ബയോപ്സി റിസൾട്ട് വന്നു. വീണ്ടും കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഏകദേശം 25ഓളം റേഡിയേഷൻ എന്റെ ശരീരത്തിൽ എടുത്തു. 25ഓളം റേഡിയേഷൻ എന്റെ ശരീരത്തിൽ എടുത്തു. പക്ഷെ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ, ആ ക്യാൻസർ വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു, 25 റേഡിയേഷൻ എടുത്തു, ആ അവസ്ഥയിൽ തന്നെ പല കോളുകൾ എനിക്ക് വരും. എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂരാ ഉള്ളത്, പക്ഷെ കോട്ടയത്തുനിന്ന് കോള് വരും, മോനെ ഇവിടെ കൺവെൻഷനാ, വന്ന് പാട്ട് പാടാവോ. ബൈക്ക് എടുത്തുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ ഏകദേശം ഓപ്പറേഷൻ കഴിഞ്ഞ് 25 റേഡിയേഷനും കഴിഞ്ഞ് കയ്യിലെ കെട്ടെല്ലാം അഴിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ മീറ്റിങ്ങിന് വേണ്ടി പോകും. ഒന്ന് ശകലം ഒന്ന് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. പിന്നെ മൂന്നാർ മീറ്റിംഗ് വന്ന മൂന്നാർ ബൈക്ക് ഓടിച്ചു പോകും. അങ്ങനെ കർത്താവ് ആരോഗ്യം പിന്നെ തരാൻ തുടങ്ങി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിൽ പോലും ദീർഘദൂരം വണ്ടി ഓടിച്ച് ചെന്ന് കൺവെൻഷനുകൾ നടത്താനും പാട്ടുകൾ പാടാനും പ്രസംഗിക്കാനെല്ലാം കർത്താവ് പിന്നെ ആരോഗ്യം തരാൻ ആരംഭിച്ചു. ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഒരു സന്ദേശം പോലെ ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ, രോഗസൗഖ്യത്തെ കുറിച്ചല്ല ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. പലപ്പോഴും നമുക്ക് ആവശ്യം രോഗസൗഖ്യമാണ്. രോഗസൗഖ്യം ക്രിസ്ത്യാനി ആകുന്നതിന്റെ പിന്നിലെ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്ന് ഒരാൾ ക്രിസ്തീയ മാർഗത്തിലേക്ക് വരുമ്പോൾ അവരാഗ്രഹിക്കുന്നത് എനിക്കൊരു സൗഖ്യം വേണമെന്നുള്ളത്, അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, എന്റെ പ്രശ്നങ്ങൾക്കൊരു അറുതി വരണം, ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്ത്യാനിയാവുന്ന പലരും. പക്ഷെ എന്റെ സാക്ഷ്യത്തിനകത്തൂടെ എന്റെ രോഗം സൗഖ്യമായ വിഷയമല്ല ഞാൻ പറഞ്ഞു. രോഗം സൗഖ്യമായി, പക്ഷെ അതല്ല വിഷയം. ഞാൻ അനുഭവിച്ച കഷ്ടതകൾ, ഞാൻ അനുഭവിച്ച വേദനകൾ എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ കഷ്ടതയുണ്ട് എന്നുള്ളതാ ഞാൻ പറയുന്നത്. വചനം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ഒരു തവണ ക്യാൻസർ വന്നു, കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു. ഇനി രണ്ടാമത് വരുവോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ 2017 അപ്രതീക്ഷിതമായി വീണ്ടും ക്യാൻസർ എന്ന മാരകരോഗം പിന്നെയും എന്റെ ശരീരത്തിൽ ബാധിച്ചു. വലത് കരത്തിൽ നിന്നത് മുകളിലേക്ക് പടരാൻ തുടങ്ങി. പിന്നെയും ഈ ഒരു വലിയൊരു മുഴ, നമ്മൾ നെല്ലിക്ക വലിപ്പമുള്ള മുഴയല്ല, ഒരു കുറഞ്ഞതൊരു
അരക്കപ്പളങ്ങയുടെ വലിപ്പമെങ്കിലും ഉള്ള ഒരു മുഴ, വലിപ്പമുള്ള ഒരു മുഴ എന്റെ ശരീരത്തിൽ പിന്നെയും വന്ന് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എന്നെ അഡ്മിറ്റ് ചെയ്തു. ഒട്ടും പ്രതീക്ഷയില്ല. ആദ്യമേ ക്യാൻസർ വന്നല്ലേ കർത്താവെ, പിന്നെയും പിന്നെയും എന്തിനാ ഈ ഭാരം എന്റെ ജീവിതത്തിൽ വരുന്നത് എന്ന് പിന്നെയും കർത്താവിനോട് നിലവിളിക്കാൻ ആരംഭിച്ചു. ഒരു രാത്രി ഞാൻ എന്റെ ആലയത്തിന്റെ, എന്റെ പപ്പായും അമ്മയും അന്ന് വിസിറ്റിങ്ങിന് പോയ സമയം, വീടുകളിലേക്ക് വിസിറ്റിങ്ങിന് പോകുമല്ലോ, വിസിറ്റിങ്ങിന് പോയ സമയം നോക്കി ഒരു രാത്രിയിൽ എന്റെ ആലയത്തിന്റെ ആ മേശയുടെ പുറകിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഒരു വട്ടം ഞാനിത് അനുഭവിച്ചതല്ലേ, എന്തിനാ പിന്നെയും എന്റെ ശരീരത്തിൽ പിന്നെയും ഈ അസുഖം വന്നത് എന്ന് കർത്താവിനോട് ചോദിച്ച് ഞാൻ നിലവിളിക്കാൻ ആരംഭിച്ചു. വലിയ ദൈവ സാന്നിധ്യം എന്റെ മേലേക്ക് ഇറങ്ങി വന്ന് ഞാൻ ഇരുന്ന സ്ഥാനത്തു നിന്നൊക്കെ മാറിപ്പോയതൊക്കെ ഞാൻ ഓർക്കുകയും, ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് വചനം തുറക്കാൻ പ്രേരിപ്പിച്ചു. ഇത്തവണ ഒരു ശബ്ദമല്ല, വചനം തുറക്കാൻ എന്നെ പ്രേരിപ്പിച്ച് വചനം തുറന്നു നോക്കിയപ്പോൾ ഉടനെ എന്റെ കണ്ണിൽപ്പെട്ട ഒരു വാക്കുണ്ട്, ഞാൻ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ദേശത്തിന്റെ ഉന്നതങ്ങളിലേക്ക് വാഹനമേറ്റി ഓടുമാറാം. അപ്പൊ ഒട്ടും പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ ഈ വാക്യം എന്റെ ഹൃദയത്തിനകത്ത് കർത്താവ് തന്നു. ദൈവം എന്നോട് ഓരോ നിമിഷവും ഈ വാക്ക് എന്നോട് സംസാരിക്കാൻ ആരംഭിച്ചു. പക്ഷേ തൊട്ടടുത്ത ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. രാജഗിരി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തവണ ഒരു ബൈപ്പാസ് സർജറിയിൽ കൂടെ അല്ലാതെ ഈ മുഴ എടുത്തു കളയാൻ പറ്റത്തില്ല. ബൈപ്പാസ് സർജറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ ഇത് കേൾക്കുന്നവർക്കറിയാമല്ലോ. പിന്നെ നല്ലൊരു ഭാവി ഉണ്ടോ, പിന്നെ നല്ലൊരു ജീവിതം ഉണ്ടോ, പിന്നെ നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു വിധത്തിൽ ആരോഗ്യമെല്ലാം മെച്ചപ്പെട്ടു എന്ന ഒരു സമയത്ത് പിന്നെയും ഇതേ അസുഖം വരുമ്പോൾ എത്രത്തോളം മാനസികമായി നമ്മൾ തകരുമെന്ന് ഊഹിക്കാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് വല്ലാതെ ഭാരം കയറി. എന്റെ ഹൃദയത്തോട് പക്ഷെ ഈ ശബ്ദമുണ്ട്, ഞാൻ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, ഞാൻ നിന്റെ ദേശത്തിലെ ഉന്നതങ്ങളിലേക്ക് വാഹനം വെച്ചുകൊണ്ട് പറയും. പക്ഷെ അപ്പോൾ തന്നെ ഡോക്ടർ പറയുകയാണ്, ഇതൊരു ബൈപ്പാസ് സർജറിയിൽ കൂടെ അല്ലാതെ പുറത്തെടുക്കാൻ പറ്റത്തില്ല. എന്നെ ഒരു കടത്തിക്കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നെയും ഞാൻ കാണുന്നത് എന്റെ സഭക്കാരെല്ലാം കൂടെ പൊട്ടിക്കരയുകയാണ്. എന്റെ പപ്പ ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസികൾ പൊട്ടിക്കരയുന്നു, എന്റെ മമ്മിയും പപ്പായും. പപ്പായോട് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം പറയാം. ഞങ്ങളുടെ സഭയിലെ ഒരു ആന്റി പപ്പായോട് പറയും, പാസ്റ്ററെ, മോനെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിടാം. എങ്ങോട്ടാ? ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് പ്രാർത്ഥിച്ച് പറഞ്ഞു. ആ ആന്റി പറഞ്ഞ വാക്കനുസരിച്ച് പപ്പയുടെ കണ്ണുകൾ ഇങ്ങനെ ചുമന്നിരിക്കുക. ആ സമയത്ത് ഇതിങ്ങനെ പറഞ്ഞു പോയി പ്രാർത്ഥിക്കുകയും ചെയ്യണമല്ലോ. പപ്പായ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല, പക്ഷെ എന്നാലും അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങി അങ്ങ് പൊട്ടിക്കരഞ്ഞു. അപ്പൊ ഞാൻ കരയുന്നില്ല. അങ്ങനെ എനിക്ക് കരയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് കരയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ കരഞ്ഞു പോയാൽ അവര് തളരും മൊത്തം. അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ പിന്നീട് കരയാൻ ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും പ്രശ്നം ഹൃദയത്തിന്റെ അകത്ത് ഒത്തിരി ഉണ്ടെങ്കിൽ പോലും ആരുടെ മുമ്പിൽ കരയാതിരിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അപ്പൻ എന്നെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു വിടുകയാണ്. ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ദീർഘമണിക്കൂറുകൾ ഓപ്പറേഷൻ നടക്കുന്നു. ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞ് പുറത്തേക്ക് എന്നെ കൊണ്ടുവരുമ്പോൾ പിന്നീട് എന്നെ കുറിച്ച് മറ്റുള്ളവർ പ്രതീക്ഷിച്ചത്, ഇനി ഇവൻ എങ്ങനെയാ വരാൻ പോകുന്നത്, എങ്ങനെയല്ലേ ബൈപ്പാസ് സർജറി ചെയ്തിട്ട് വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്ന് കാത്തിരിക്കുന്ന ഒത്തിരി പേരുടെ മുമ്പിലേക്ക് ഒരു കുഴപ്പമില്ലാതെ പുറത്തോട്ട് വരിക. ഞാൻ ഒരു കുഴപ്പമില്ലാതെ പുറത്തോട്ട് വരുന്നത്. ഇവരെല്ലാം വളരെ അത്ഭുതത്തോടെ ഇരിക്കുന്നു. എന്നെ ഒരു റൂമിലോട്ട് മാറ്റുന്നു. റൂമിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോഴും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ഒരു ചെറിയ പ്രശ്നമല്ലാതെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്തു പറ്റി, എനിക്ക് വലിയ ബുദ്ധിമുട്ട്. ഡോക്ടർ പറഞ്ഞു, മോനെ ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, അതെന്തു പറ്റി, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്കും അറിയത്തില്ല, വേണ്ടി വന്നില്ല. അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കും അറിയത്തില്ല, പക്ഷെ വേണ്ടി വന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞു, ഏകദേശം ഓപ്പറേഷൻ കഴിഞ്ഞു, എന്റെ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ട്യൂബോട് കൂടെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് വിട്ടിട്ട് പറഞ്ഞു, നിങ്ങളൊരു ഇത്ര ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരണമെന്ന്. ആ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു ഡോക്ടർ പറഞ്ഞു, ചിലപ്പോൾ കീമോ ചെയ്യേണ്ടി വന്നേക്കാൻ കേട്ടോ, കീമോ ചെയ്യേണ്ടി വരാം. അത് പക്ഷെ ബയോപ്സി എടുത്തതിന് ശേഷമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എത്ര അളവിൽ കീമോ കൊടുക്കണം എന്നുള്ളതൊക്കെ. ബയോപ്സി എടുത്തതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഇതിന്റെ കീമോയുടെ കാര്യങ്ങൾ അറിയാനും ഒപ്പം ഈ കിടക്കുന്ന ട്യൂബ് അഴിക്കാനും കൂടെ ഞാൻ തിരിച്ച് രാജഗിരി ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. ഹോസ്പിറ്റലിലോട്ട് വന്നു, ഞാനും പപ്പായും കൂടെ ഒരു മുറിക്കകത്തിരിക്കുന്നു. കുറച്ച് സിസ്റ്റേഴ്സ് വന്നിട്ട് ഈ ട്യൂബ് അങ്ങ് അഴിച്ചു, ബ്ലഡ് പോകുന്ന ട്യൂബ്.
ഈ ബ്ലഡ് പോകുന്ന ട്യൂബിന്റെ കാര്യമൊക്കെ വളരെ വേദനാജനകമാണ്. കാരണം ഈ ട്യൂബും ഇട്ടുകൊണ്ട് കിടക്കുന്ന അവസ്ഥ, വീട്ടിൽ കിടക്കുന്ന അവസ്ഥ, ഒരു കട്ടിലിൽ കിടക്കുന്നു, ഈ ട്യൂബ് താഴോട്ട് വെച്ചിട്ടാ കിടക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ട്യൂബിനകത്തൂടെ ഉറുമ്പ് കയറി നമുക്ക്, കാരണം ഇത് ബ്ലഡ് ആണല്ലോ, ബ്ലഡാ വരുന്നത്. ഇതിനകത്തേക്ക് ഉറുമ്പ് കയറിയിട്ട് ശരീരത്തിനകത്തേക്ക്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്തേക്ക് ഇത് വല്ലാതെ വേദന, ഒത്തിരി, എത്രത്തോളം വേദന അനുഭവിച്ചു എന്ന് നിസാര ഉറുമ്പിന് പോലും നമ്മളെ നരക നരകതുല്യമായ വേദന എന്ന് പറഞ്ഞാൽ അത്രത്തോളം തകർന്നു പോയൊരവസ്ഥ. ഇത് നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഇത് കയറും, എത്ര സൂക്ഷിച്ചാലും ഈ ട്യൂബിനകത്തൂടെ ഇത് കയറിയിരിക്കും. അങ്ങനെ അത്രത്തോളം വേദന അനുഭവിച്ച് അടുത്തൊരു കീമോയും കൂടെ ഉണ്ട് എന്ന് കേട്ട് ഹൃദയം തകർന്നിട്ടാ പിന്നെയും ആ ഹോസ്പിറ്റലിലോട്ട് ചെല്ലും. ബൈപ്പാസ് വേണ്ടെന്ന് വെച്ചെങ്കിലും കീമോ എന്നുള്ള ചിന്ത എന്റെ മനസ്സിനകത്തുണ്ട്. ട്യൂബ് അഴിക്കാൻ വേണ്ടി പോകുമ്പോൾ വലിയ സന്തോഷമാണ്, കാരണം ഈ ട്യൂബും കൂടെ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അല്പം ആശ്വാസമാണ് എന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ കുറച്ച് നേഴ്സുമാർ വന്ന് ഈ ട്യൂബ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഡോക്ടറെ പോയി കാണുക, അടുത്ത കീമോയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി. അങ്ങനെ ഡോക്ടറുടെ മുറിക്കകത്തേക്ക് ഞാനും പപ്പായും കൂടെ കയറി ചെല്ലുന്നു. ഡോക്ടർ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഇരുന്ന് കുറച്ചു നേരം കുറെ പേപ്പറുകളെല്ലാം വായിച്ചിട്ട് ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഡോക്ടർ പറയുക, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പം ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഒരു കൗൺസിലിനകത്ത് ഞങ്ങൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞ് ജോമറ്റ് ജോൺസൺ എന്ന വ്യക്തിയെ പറ്റി. എന്റെ പപ്പ വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ, ബൈപ്പാസ് സർജറി വേണ്ട ബൈപ്പാസ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ചിറങ്ങുന്ന അവസ്ഥ ഞങ്ങൾക്ക് ആദ്യമായിട്ട്. ആ ഡോക്ടർമാര് പറയുകയാണ്, ഇത് വേണ്ടെന്ന് തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന, ഇത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും അല്ല. പക്ഷെ അതൊന്നും ചെയ്യാതെ അത്ര വലിയ ഓപ്പറേഷൻ ചെയ്യാൻ നിസാരമായി മുഴ പുറത്തെടുക്കാൻ അവരെ ദൈവം സഹായിച്ചു എന്ന് വേണം പറയാൻ. ദൈവം സഹായിച്ചു. അപ്പൊ തന്നെ അടുത്ത വിഷയം കീമോ എന്നുള്ളത്. ബയോപ്സിയുടെ റിസൾട്ട് വന്നു, ഡോക്ടർ പറയുക കീമോ വേണ്ട. ഡോക്ടർമാർ പറയുക, അതായത് ബൈപ്പാസ് വേണ്ടെന്ന് തീരുമാനിച്ചു, അടുത്തത് കീമോയാണ്. പക്ഷെ ബയോപ്സിയുടെ റിസൾട്ട് കണ്ടപ്പം ഡോക്ടർമാർ തീരുമാനിച്ചു കീമോയും വേണ്ട. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നൊന്നും പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവസ്ഥകൾ മാറി. അപ്പോഴും വളരെ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് ആ മുറിക്കകത്ത് ഇരിക്കണോ, ഇറങ്ങി ഓടി ഇത് ആരോടൊക്കെ പറയണമെന്നുള്ള ഒരു ആകാംക്ഷ ഹൃദയത്തിനകത്ത് അപ്പോഴും ഈ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി, ഞാൻ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, ഞാൻ നിന്റെ ദേശത്തിലെ ഉന്നതങ്ങളിലേക്ക് വാഹനമേറ്റി ഓടുമാറാൻ. ഒട്ടേറെ തവണ ഹൃദയം തകർന്നു, ഒട്ടേറെ തവണ വേദന അനുഭവിച്ചു. പക്ഷെ അപ്പോഴെല്ലാം ഈ വാക്കുകൾ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രശ്നമില്ലെന്നല്ല, വേദനയില്ലെന്നല്ല, രോഗമില്ലെന്നല്ല. ക്രിസ്ത്യാനിയാണോ, കഷ്ടതയുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ എല്ലാം ഉള്ളപ്പോൾ തന്നെ കർത്താവ് വലിയ ആശ്വാസം തന്നുകൊണ്ടിരിക്കും. ഈ ഓപ്പറേഷൻ കഴിഞ്ഞു, ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു, പക്ഷെ വേണ്ടി വന്നില്ല. കീമോ വേണമെന്ന് പറഞ്ഞു, വേണ്ടി വന്നില്ല. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ പലതും മാറ്റിവെക്കേണ്ടി വന്നു, ഒന്നും വേണ്ടെന്ന് തീരുമാനിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ എന്റെ ഭവനത്തിലോട്ട് മടങ്ങിപ്പോയി. പിന്നെ ഉള്ളത് ചെക്കപ്പുകളാണ്, മാസം ഉള്ള ചെക്കപ്പുകൾ. അത് നടന്നു വരുന്നു. അപ്പോഴെല്ലാം ഹൃദയത്തിനകത്തൊരു ചോദ്യമാണ്. ശരീരത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും ഹൃദയത്തിനകത്തുനിന്നൊരു ചോദ്യം, ഞാൻ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, അടുത്ത സ്റ്റെപ്പ് ദേശത്തിലെ ഉന്നതങ്ങളിലേക്ക് വാഹനമേറ്റി ഓടുമാറാക്കും എന്നുള്ളതാണല്ലോ. ദൈവമേ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്ന് പോയാൽ പോരല്ലോ എന്നുള്ള ചോദ്യം ദൈവത്തോടുണ്ട്. എനിക്ക് അപ്പോഴും ആഗ്രഹം, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകണമെന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിനകത്ത് ഒത്തിരി ഇങ്ങനെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അസുഖങ്ങളെല്ലാം വന്നതുകൊണ്ട് തന്നെ ഒത്തിരി അവസരങ്ങൾ എനിക്ക് ഇല്ലാതായിപ്പോയി. ഒത്തിരി അവസരങ്ങൾ ഇല്ലാതായിപ്പോയി. ശുശ്രൂഷയ്ക്കും എന്നാൽ എന്റെ കൂടെ ഇറങ്ങിയവർക്കെല്ലാം ഒത്തിരി അവസരങ്ങളും ഒത്തിരി യാത്രകളും എല്ലാം വന്നപ്പോൾ ഞാനിങ്ങനെ ഈ അസുഖക്കാരനായി വീട്ടിനകത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയും, ഞാന് ഒരു രാത്രി പിന്നെയും കർത്താവെ, ഒന്നുമില്ലല്ലോ, മീറ്റിങ്ങിന് വേണ്ടി ഒരു ശുശ്രൂഷയ്ക്ക് പോകാൻ അവസരമില്ലല്ലോ, അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇല്ലാതെ കർത്താവിനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ ആരംഭിച്ചു. ദൈവമേ, ഇങ്ങനെ വീട്ടിനകത്ത് ഇരിക്കാനാണോ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് എന്നൊക്കെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഒരു രാത്രി എനിക്കൊരു ഫോൺ കോൾ വരികയും, ഒരു രാത്രി അന്ന് ഇത് പറഞ്ഞ പോലെ എൻ്റെ പപ്പായും മമ്മിയും വീട്ടിനകത്തില്ല, അവർ വിസിറ്റിങ്ങിന് പോയപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ വന്നപ്പോൾ മറുതലയ്ക്കൽ എന്നെ ഒരു ഒരു പഴയ സുഹൃത്തെന്ന് വേണം പറയാം. പക്ഷെ വലിയ ബന്ധമൊന്നും ഇല്ലാത്ത, ഒത്തിരി സംസാരിച്ചിട്ടില്ലാത്ത, ഒരു കൺവെൻഷന് മാത്രം കണ്ടു പരിചയമുള്ള ഒരു സുഹൃത്ത്. ഒരു കൺവെൻഷനകത്ത് മാത്രം കണ്ടു, ഒരു മീറ്റിങ്ങിനകത്ത് മാത്രം കണ്ടു. അദ്ദേഹത്തിന് എന്നെ വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ അദ്ദേഹം എന്നെ അവിചാരിതമായി, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കോൾ അദ്ദേഹത്തിൻ്റെത് വരുന്നു. ഞാൻ ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം ഞാൻ സാധാരണ ഒരു കാഷ്വലായിട്ട് ഞങ്ങൾ സംസാരിച്ചു. എന്തുണ്ട് വിശേഷം എന്നെല്ലാം ചോദിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് സംസാരിക്കുക, പാസ്റ്റർക്ക് ഗൾഫിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു വിടാവോ എന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു വിടാ, ഇപ്പൊ പോകും എന്ന്. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞപ്പോ പിന്നെന്താ, താല്പര്യമാണല്ലോ. അങ്ങനെയാണ് എങ്കിൽ ദുബായിൽ ഒരു ചർച്ചിലേക്ക് ഒരു വർഷിപ്പ് ലീഡറെ ആവശ്യമുണ്ട്. എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിനകത്ത് ആദ്യം വന്നത് പാസ്റ്ററുടെ മുഖം. അപ്പം അങ്ങനെ ആദ്യം വരേണ്ട രീതി, ആദ്യം പാസ്റ്ററുടെ മുഖം മനസ്സിൽ വരേണ്ട രീതിയിലൊന്നും ഉള്ള പരിചയമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മീറ്റിങ്ങിനകത്ത്, അത് 3-4 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അന്നത്തിന് മുന്നേ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു പരിചയം വെച്ചിട്ട് ഇദ്ദേഹത്തിന് എന്നെ വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ അദ്ദേഹം ആ കോൾ എന്നെ വിളിച്ചിട്ട് പറയുക, ഇങ്ങനെ ഗൾഫിലോട്ട് ഇങ്ങനെ ഒരു അവസരമുണ്ട്, ദുബായിൽ ഒരു ചർച്ചിൽ. ഞാൻ ചോദിച്ചു, ഏത് ചർച്ചിലാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ടിനു ജോർജ് കൊട്ടാരക്കരയുടെ ദുബായിലുള്ള ചർച്ചിലേക്ക് ഒരു വർഷിപ്പ് ലീഡറായിട്ട് പോകാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എവിടെ വേണേലും പോകാം, ഒരു കുഴപ്പമില്ല, കർത്താവിന് ഉയർത്താനല്ല, പോകാം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഫോൺ വെച്ചു. ഞാൻ അപ്പോഴേക്കും വളരെ സന്തോഷത്തിലായി. എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരും ഇല്ല, ഞാനിത് എങ്ങനെ സന്തോഷിക്കും എന്നുള്ള ഞാനങ്ങ് നിന്നങ്ങ് സന്തോഷിക്കാൻ ആരംഭിച്ചു. ഉടനെ വീട്ടിലുള്ള പപ്പായും മമ്മിയും ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു, പപ്പ ഇങ്ങനെ ഒരു കോള് വന്നു, ദുബായിലേക്ക് പോയി. അപ്പൊ അവരും വേറെ ലോകത്തായി പോയി. അവരും ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോടെല്ലാം പറഞ്ഞു, ഇങ്ങനെ അവസരം വന്നതല്ലേ, കാരണം ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ, ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ, ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ. അപ്പം അവരും ആഗ്രഹിക്കുന്ന ഒരവസരം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം വീണ്ടും അതേ കോള് വരിക. ഈ കോള് വന്നപ്പോ അദ്ദേഹം പറയുക, പാസ്റ്ററെ സോറി, ക്ഷമിക്കണം, ദുബായ് ചർച്ചിലേക്ക് ഒരാളെ ഓൾറെഡി അവർ അപ്പോയിന്റ് ചെയ്തു, അപ്പൊ അങ്ങോട്ട് ഇനി അവസരമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആകെ ഹൃദയം തകർന്നു, ആകെ വിഷമമായി. അദ്ദേഹം ഫോൺ വെച്ചിട്ട്, ഞാനപ്പോ അപ്പോഴേക്ക് എന്റെ മനസ്സൊക്കെ അങ്ങ് ആകെ ഇടിഞ്ഞു. ദൈവമേ, എന്തിനാ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്നത്, ഇങ്ങനെയൊക്കെ മനുഷ്യനെ കളിപ്പിക്കാവോ എന്നൊക്കെ ദൈവത്തോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഒരു കുറച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ദുബൈയിലല്ല, ബഹ്റിനിലേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇനി പോകാം, ഇനി പറ്റിക്കത്തില്ലെങ്കിൽ പോകാം. ഞാൻ പറഞ്ഞു, പിന്നെന്താ, ഉറപ്പായിട്ടും പോകാം, ദുബൈയിലേക്കല്ല ബഹ്റിനിലേക്ക് പോകാമെന്ന്, ഉറപ്പായിട്ടും പോകാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉടനെ പാസ്റ്റർ ടി.ബി. ജോർജ് വിളിക്കും, ബാക്കി കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കും. ടിനു ജോർജ് പാസ്റ്ററുടെ ജ്യേഷ്ഠനായ പാസ്റ്റർ ടി.ബി. ജോർജ്, അതായത് നമുക്കറിയാവുന്ന പാട്ടുണ്ടല്ലോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുമോ, ആ ഗാനങ്ങളൊക്കെ എഴുതിയ പാസ്റ്റർ ടി.ബി. ജോർജ് അദ്ദേഹം വിളിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടി.ബി. പാസ്റ്റർ വിളിച്ചിട്ട് പറയും, മോനെ, വിസയും ടിക്കറ്റും എല്ലാം അറേഞ്ച് ചെയ്യാം, മോൻ വരാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞു, വരാൻ റെഡിയാണ്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. ഞാൻ ബഹ്റിനിലേക്ക് പോവുകയാണ്. ഇതെല്ലാം പറയുമ്പോൾ ശ്രദ്ധിച്ചോണെ, എന്റെ ജീവിതം അതിനുള്ള ഒരു ഒരുക്കത്തിലൊന്നുമല്ല, എന്റെ ശരീരം അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലല്ല. പക്ഷെ ഇതെല്ലാം തകർന്ന ഒരവസ്ഥയിൽ നിന്നും ദൈവം പറഞ്ഞ വാക്ക് ദൈവം പാലിക്കണമല്ലോ. ഞാൻ നിന്റെ ദേശത്തിലെ ഉന്നതങ്ങളിലേക്ക് വാഹനമേറ്റി ഓടുമാറാം എന്ന് പറഞ്ഞ ആ വാക്ക് ദൈവം പാലിച്ച് എന്നെ ബഹ്റിൻ എന്ന രാജ്യത്തിലേക്ക് പറഞ്ഞു വിടുക. ഒരു ഇന്ത്യ വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നത് ആണ് വലിയ കാര്യം എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ ദൈവം ശക്തനാണെന്ന ഞാൻ. നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയ്ക്കും മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ദൈവം, നിന്ദിച്ചവരുടെ മുമ്പിൽ നമ്മുടെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ട് പറയുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം പറഞ്ഞു വിടുകയും ഏകദേശം 7 മാസത്തോളം ബഹ്റിനിൽ ആ സഭയിൽ വർഷിപ്പ് ലീഡറായിട്ടും അപ്പോൾ തന്നെ ദൈവവചന ശുശ്രൂഷിക്കാനും എല്ലാത്തിനും കർത്താവ് അവസരം ഒരുക്കി.
അപ്പൊ ഞാൻ ആ ബഹ്റൈനിൽ നിൽക്കുമ്പോൾ ഞാൻ പിന്നെയും സ്വപ്നം കാണാൻ തുടങ്ങി. കാരണം എനിക്ക് സ്വപ്നം കാണണമല്ലോ. അപ്പൊ ഞാൻ പിന്നെയും സ്വപ്നം കാണാൻ തുടങ്ങി. ഇനി ഇവിടെ തന്നെ അങ്ങ് താമസിക്കാം സ്ഥിരമായിട്ടെന്നൊക്കെ. ഏഹ് എന്റെ ഹൃദയത്തിനകത്ത് നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. ഇനി ഇവിടെ അങ്ങ് നമുക്ക് നിൽക്കാം, സ്ഥിരമായിട്ടൊക്കെ നിൽക്കാം. ഇനി ഈ സഭയോട് കൂടെ ചേർന്നൊക്കെ നിൽക്കാം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഒട്ടും വൈകാതെ തന്നെ പിന്നെയും എന്റെ കൈക്കകത്തൊരു വല്ലാത്തൊരു വേദന പോലെ ആരംഭിക്കുകയും, ഞാൻ പറയാം, ഒരു അഡ്വാൻസ് ആയിട്ട് പറയട്ടെ, 4 തവണ 5 മുഴകൾ എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തു. 2 തവണ ഓൾറെഡി വന്നു. ഇതിപ്പോ മൂന്നാമത് ഞാനിപ്പം ബഹ്റൈനിൽ നിൽക്കുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. കൈക്കകത്ത് വല്ലാത്ത ഒരു വേദന ആരംഭിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ, അതായത് ഓൾറെഡി ഈ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതിന്റെ വേദനയൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയം, പല രാത്രികളും എനിക്ക് അങ്ങ് ഉറങ്ങാൻ പറ്റാത്തതുപോലെ ഈ വേദന അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. അവിടെ ഉള്ള ഒരു ആന്റി, ഞങ്ങളുടെ ഒരു ആന്റി, ആ സഭയിലെ ഒരു ആന്റി, ഒരു നേഴ്സാണ്. ആ ആന്റി വേദന മാറാനപ്പോൾ ഉറങ്ങാനും കൂടെ ഉള്ള ഒരു ഗുളിക. ഈ ഗുളിക കഴിച്ചിട്ട് ഒരു വട്ടം കഴിച്ചിട്ട് ഈ വേദന അങ്ങ് മാറുന്നില്ല. രണ്ടാമതും എടുത്ത് കഴിച്ചു. ഒരു വ്യാഴാഴ്ച രാത്രി ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. വ്യാഴാഴ്ച രാത്രി ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ആരാധന പോയി നടത്തേണ്ടതാണ്. വെള്ളിയാഴ്ച അവിടെ ആണല്ലോ അവിടെ ആരാധന. വെള്ളിയാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റില്ല. വെള്ളിയാഴ്ച രാവിലെ ഒരു 9 മണിയാ, 9:10 അവിടെ ആരാധന തുടങ്ങുന്നത്. പക്ഷെ 9 മണിയായിട്ട് ഞാൻ എഴുന്നേറ്റില്ല. ഉറങ്ങി. കാരണം 4 മണിക്കൊക്കെ കണ്ടാ ഉറങ്ങിപ്പോയത്. പിന്നെ 9 മണിയായിട്ട് എഴുന്നേറ്റില്ല. അവിടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആന്റി അന്നത്തെ ദിവസം ജോമറ്റ് പുറത്തു പോയില്ല എന്ന് കണ്ടപ്പോ എന്തോ പറ്റിയെന്ന് വിചാരിച്ച് ആന്റി വന്ന് കതകെല്ലാം ആഞ്ഞ് തട്ടാൻ തുടങ്ങി. എപ്പോഴാണ് ബോധം വന്നത്. ഒരു രാത്രി ഈ ഗുളിക കഴിച്ച് കിടന്നിട്ട് പിറ്റേ ദിവസം 3 മണി, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് എഴുന്നേറ്റ്. എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് അങ്ങ് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഒത്തിരി ഗുളികകൾ വാരിക്കഴിച്ചു. മരിച്ചു പോകാൻ വേറെ ഒന്നും വേണ്ട, ഈ ഗുളിക ഒത്തിരി വാരി കഴിച്ചാൽ മതി. പക്ഷെ ഈ ഗുളികകളെല്ലാം വാരി കഴിച്ചു. ഒത്തിരി മണിക്കൂറുകൾ കിടന്ന് ഉറങ്ങിപ്പോയ അവസ്ഥകൾ. ഗൾഫിനകത്ത് ഒരു മുറിക്കകത്ത് കിടന്ന് നരകം പോലെ വേദന അനുഭവിച്ച അവസ്ഥകൾ എന്റെ ജീവിതത്തിലുണ്ട്. അപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചു ഇത് നേരത്തെ ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം എന്നെല്ലാം വിചാരിച്ച്, ആ വേദനയൊന്നും വർണ്ണിക്കാൻ എനിക്ക് അറിയത്തില്ല. അത്രമാത്രം തീവ്രം, ഇത്രയും വലിയ വേദന ഉണ്ടോ എന്ന് പോലും ചിന്തിച്ച അവസ്ഥകൾ. പക്ഷെ ഒരിക്കലും ഒരു പേഷ്യന്റിന് കൊടുക്കാൻ പാടില്ലാത്ത ഗുളികകളെല്ലാം ഞാൻ വാരിക്കഴിഞ്ഞു. എന്റെ വേദനയും അതിന്റെ ബുദ്ധിമുട്ടെല്ലാം കണ്ടപ്പോ ആന്റി, മോനെ ഇത് അര ഇതേ കഴിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു തന്നാ. പക്ഷെ 2 ഗുളികയെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. അത്രയും വേദന സഹിച്ച് അവിടെ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ വന്നിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി കാണിച്ചു. ഒരു ഞങ്ങളുടെ അച്ചായൻ കൊണ്ടുപോയി കാണിച്ചു. അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു, ഇത് പേടിക്കേണ്ട, CTS കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്, ഞരമ്പിനകത്തൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് പിന്നെയും പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടതുപോലെ എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒത്തിരി വേദനകൾ അനുഭവിച്ച് പക്ഷെ ഇപ്പോൾ പിന്നെ എനിക്കൊരു പ്രതീക്ഷയില്ല, ഈ അസുഖം പിന്നെയും വരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അപ്പോഴും ഞാൻ ഈ ഡോക്ടർ പറഞ്ഞ വാക്കിനകത്ത് ആശ്വസിച്ച് കുറെ വേദന പെയിൻ കില്ലേഴ്സ് കഴിച്ച്, അപ്പൊ തന്നെ ഞങ്ങളുടെ കുറെ അച്ചായന്മാർ ആന്റിമാരുണ്ട്, അവര് മറ്റേ അക്യുപങ്ചർ എല്ലാം ചെയ്യാൻ കൊണ്ടുപോയി. അങ്ങനെ വേദന മാറ്റാൻ ശ്രമിച്ചു. ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്ത് പഞ്ചർ ഒന്നും മാറാതെ ഇങ്ങനെ വേദനിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് അങ്ങനെ ഗൾഫിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോഴും തിരിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയും വലിയൊരു അവസരം വന്നിട്ട് നമുക്കൊരു 7 മാസം വരെ അവിടെ നിന്നു. അതിനുശേഷം 1 വർഷത്തെ എഗ്രിമെന്റിലാണ് വന്നത്. 1 വർഷം കഴിഞ്ഞാൽ അത് പുതുക്കി തരാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ 7-ാം മാസം ആയപ്പോഴത്തേന് എനിക്ക് ബുദ്ധിമുട്ട് പിന്നെയും വല്ലാതെ അനുഭവിക്കുകയും, അങ്ങനെ ഞങ്ങളുടെ പാസ്റ്റർ ടി വി ജോർജ് പാസ്റ്ററിനെ ഫോൺ ചെയ്തിട്ട്, മോനെ ഒത്തിരി ഇരുന്ന് അവിടെ നിന്ന് കഷ്ടപ്പെടാതെ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് ഒന്ന് അവിടെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് എനിക്ക് നാട്ടിലോട്ട് പോരേണ്ടി വന്നു. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല, പെട്ടെന്ന് നാട്ടിലോട്ട് പോരേണ്ടി വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നാട്ടിലോട്ട് പോരേണ്ടി വന്നു. നാട്ടിൽ വന്നു. പിന്നെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി കാണിച്ചപ്പം അവര് പറഞ്ഞു ഇത് പഴയ പ്രശ്നം തന്നെയാണെന്ന്. അവർക്കറിയാവില്ല. അവര് പറയുന്നത് പഴയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, കാരണം ഓൾറെഡി ആ കൈക്കകത്ത്, ഈ കൈ കാണാവോ നിങ്ങൾക്ക് എത്ര പേർക്ക് കൃത്യമായി കാണാൻ അറിയും, ഇവിടം തൊട്ട് ഇവിടെ വരെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ വരെ. അപ്പം ഈ കൈക്കകത്തുള്ള ഓൾറെഡി ഒരു മുഴയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുള്ളത് കൊണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ട് ഇനി ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസ്കുകളുണ്ട്.
ഡോക്ടർ പറഞ്ഞു നീണ്ട മണിക്കൂറുകൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, പക്ഷെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ കൈ അനങ്ങുമോ, ചിലപ്പോൾ കൈ തളർന്നു പോകാം എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു. പിന്നെയും ഒത്തിരി ഭയപ്പെടുത്തിക്കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് കൊണ്ടുപോകുന്നു. 13 മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷൻ, 13 മണിക്കൂറുകൾ. ഒരു വലിയ മുഴ പുറത്തെടുക്കുമ്പോൾ പിന്നീട് അവർ പറഞ്ഞ വാക്ക്, ഈ ഞരമ്പിനകത്തേക്കെല്ലാം കൂടെ ഈ മുഴ കയറി പിടിച്ചിട്ട് ഞരമ്പ് മുറിച്ചു മാറ്റാതെ ഈ മുഴ പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം കൈയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നെല്ലാം ഞരമ്പെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കുറിച്ച് മാറ്റി വെച്ചിട്ട് ഈ മുഴ എടുക്കും. മുഴ പുറത്തെടുത്തു. മുഴ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർമാർ പറഞ്ഞു, മോനെ ഇനി വിരലുകൾക്ക് അനക്കം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞാനൊന്ന് പേടിച്ചു. പക്ഷെ ഞാൻ നോക്കുമ്പോ എന്റെ വിരൽ നല്ലപോലെ അനങ്ങുന്നുണ്ട്. എന്ന് പറഞ്ഞ ഇത് നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, മെഡിക്കൽ സയൻസ് ആണോ ദൈവമാണ് എന്ന് പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞു, മോനെ ഇനി ഇത് അനങ്ങത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ അനങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് പിന്നെയും അത്ഭുതമായി. ഇത് സാധാരണ ഒരു കാര്യമല്ല, ദൈവമാ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ തടയാൻ ലോകത്തിലെ യാതൊന്നിനും സാധ്യമല്ല. അപ്പൊ ഡോക്ടർമാർക്ക് പോലും അത്ഭുതകരമായ രീതിയിൽ ദൈവം പിന്നെയും പുറത്തിറങ്ങി. കൈ അനക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് കരമെല്ലാം ഉയർത്തി മൈക്കെല്ലാം പിടിച്ചുകൊണ്ട് പാട്ട് പാടാനും പ്രസംഗിക്കാനും ഈ കൈ കൊണ്ട് വണ്ടി ഓടിച്ച് പലയിടത്തും പോകാനെല്ലാം കർത്താവ് അവസരം വരും. ഈ 3-ാം തവണ ഇത് വന്നു. പിന്നെ ഞാൻ ഈ ബഹ്റിനിലിരിക്കുന്ന സമയത്ത് ഇനി നമുക്കൊരു വിവാഹം എന്നുള്ളതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഇത്രയും അസുഖം വന്ന ഒരാൾക്ക് വിവാഹം എന്നുള്ളത് ആലോചിക്കാൻ പോലും നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. എന്റെ മനസ്സിനകത്ത് വിവാഹം എന്നൊരു സ്വപ്നം പോലുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ ബഹ്റിനിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ടൊരു ആലോചന വരും. എന്നോടല്ല, എന്റെ വീട്ടിലോട്ട് വിളിച്ചൊരാലോചന. ആലോചന വരുന്നു. അടൂരിനടുത്തുള്ള നൂറനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരാലോചന വന്നു. അപ്പം എന്റെ പപ്പായും മമ്മിയും പറഞ്ഞു, ഞങ്ങളുടെ മകന്റെ കാര്യം ഇങ്ങനെയൊക്കെയാ, ഇത് നമുക്ക് ആലോചിക്കണോ എന്ന് ചോദിച്ചൊരു സമയം. അപ്പോൾ ഈ 2 തവണ വന്നുള്ളൂ, 3-ാമത് വന്നില്ല. ഞാൻ ബഹ്റിൻ നിൽക്കുക. ഈ ആലോചന 3-ാമത് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ചില നാളുകൾക്ക് വന്നു. അപ്പം അവര് പറഞ്ഞു, കുഴപ്പമില്ല, അത് 2 തവണയല്ലേ വന്നുള്ളൂ, ഇനി വരത്തില്ല എന്നൊക്കെ അവരങ്ങ് പറയുക ഇനി വരത്തില്ല. ആലോചനയെല്ലാം കഴിഞ്ഞ് 3-ാമത് ഇത് വന്നു എന്ന് കഴിഞ്ഞപ്പോൾ, 3-ാമത് ഇത് വന്നപ്പോൾ ഞാൻ തന്നെ ഫോൺ ചെയ്ത് ഇദ്ദേഹത്തിന്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് ഈ ആലോചന വേണ്ട, എന്റെ അവസ്ഥ ഇങ്ങനെ, ഇതിപ്പോ 3-ാമതും വന്നിട്ടുണ്ട്, എനിക്ക് ഈ വിവാഹം വേണ്ട. കാരണം ഇനി അവക്ക് നല്ല ആരോഗ്യമുള്ള, നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകൊച്ചിനെ, അതിന് നല്ലൊരു ആലോചന നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ ജോയിസിന്റെ, എന്റെ വൈഫിന്റെ മമ്മി എന്നോട് പറയുകയാണ്, മോനെ നാളെ എന്റെ മകൾക്ക് ഇത് വരത്തില്ലെന്ന് എന്താ ഉറപ്പ്. എന്റെ ഹൃദയത്തിനകത്ത് ഒരാൾ ആഞ്ഞടിക്കുന്നത് പോലെ, എന്റെ തലക്കിട്ടൊരു അടി കിട്ടുന്നത് പോലെ എനിക്ക് തോന്നി. മോനെ നാളെ എന്റെ മകൾക്ക് ഇത് വരത്തില്ലെന്ന് എന്നാ ഉറപ്പ്. നാളെ എന്റെ മകന് നല്ല ആരോഗ്യമുള്ള എന്റെ അളിയൻ നാളെ എന്റെ മകന് ഇത് വരത്തില്ലെന്ന് എന്നാ ഉറപ്പ്. നാളെ നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് അവൾ വിവാഹം കഴിപ്പിച്ചാൽ അവനിത് വരത്തില്ലെന്ന് എന്താ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുക. ഈ മമ്മി എന്നോട് സംസാരിക്കും. ഞാൻ ചോദിച്ചു, മമ്മിക്ക് ഇതെങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം മമ്മി പറഞ്ഞൊരു വാക്കാണ് ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത്. മോനെ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞു, ഇതാണ് ആലോചന, ഇതേ നടക്കത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞു, അതിനെ അവഗണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ദൈവത്തിന്റെ ആത്മാവാണ് ഈ വിവാഹം നടത്തണമെന്ന് ഞങ്ങളോട് സംസാരിച്ചത്. മോൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇത് നടത്താൻ തയ്യാർ എന്ന് പറഞ്ഞപ്പം ഞാൻ അറിയാതെ കരഞ്ഞുപോയി. പിന്നെ നാട്ടിലോട്ട് വന്നു. ഞങ്ങൾ ആദ്യമായി ഈ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞൊരു ചടങ്ങ് നമ്മുടെ ഹോട്ടൽ, ഇതൊന്നും നമ്മൾ അങ്ങോട്ട് പോയിട്ടാ വാസ്തവത്തിൽ പെണ്ണ് കാണേണ്ടത്. പക്ഷെ ഇത് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വളരെ രസകരമാണ്. ഞാൻ ഓപ്പറേഷൻ കഴിയുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ റൂമിലോട്ട് മാറ്റി. ഈ റൂമിനകത്തേക്ക് വന്നാണ് എന്റെ വൈഫും എന്റെ വൈഫിന്റെ മമ്മിയും കൂടെ എന്നെ കാണുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് പെണ്ണ് കാണൽ നടക്കുന്ന, ഔദ്യോഗികമായി പെണ്ണ് കാണൽ നടക്കുന്നത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്നെ റൂമിലോട്ട് മാറ്റി. ആ റൂമിനകത്ത് വെച്ച് അവര് നൂറിനാട് നിന്ന് യാത്ര ചെയ്ത് ആലുവയിൽ വന്ന് എന്നെ കാണുക. പപ്പ അവിടെ ഇല്ല, പപ്പ നാട്ടിലില്ല, വൈഫിന്റെ പിതാവ് നാട്ടിലില്ല, പപ്പ ഷാർജയിലാണ്, ആങ്ങള് കുവൈറ്റിലാണ്. അപ്പം ഇവര് രണ്ടുപേരോട് വന്ന് എന്നെ കാണുന്നു. അവർക്കെല്ലാം പൂർണ്ണ സമ്മതം. ഞാൻ ചോദിച്ചു, എന്റെ അവസ്ഥ കണ്ടല്ലോ, ഇതാണ് എന്റെ അവസ്ഥ, ഈ അവസ്ഥയിൽ ഈ വിവാഹം വേണോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, മോനെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇതേ നടക്കത്തു. അപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. കാരണം
ഇതൊന്നും നമ്മുടെ ചിന്തയ്ക്കകത്തോ നമ്മുടെ കുടുംബത്തിനകത്തോ ആരും ചിന്തിച്ചതല്ല. സുഹൃത്തുക്കൾ ചിന്തിച്ചതല്ല, മാതാപിതാക്കൾ ചിന്തിച്ചതല്ല, ബന്ധുക്കൾ ചിന്തിച്ചതല്ല, ഇങ്ങനെ ഒരു ഭാവി ഉണ്ടാകുമെന്നൊന്നും ആരും ചിന്തിച്ചതല്ല. പക്ഷേ ദൈവം കരുതിയപ്പോൾ ഏറ്റവും നല്ലത് കരുതി, ഏറ്റവും നല്ല, ഏറ്റവും മാന്യമായത് കർത്താവ് കരുതി. ആ ഓപ്പറേഷൻ ഒക്ടോബർ മാസത്തിലാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. തൊട്ടടുത്ത ജനുവരി മാസത്തിൽ ഞങ്ങളുടെ വിവാഹം നടക്കുന്നു. വിവാഹം നടക്കുന്ന സമയത്ത് നേരെ ചൊവ്വെ കൈകൊണ്ട് ഒപ്പിടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എന്റെ സാഹചര്യം. കാരണം പേനയൊന്നും പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പക്ഷെ കൈകളെല്ലാം അനങ്ങുമെങ്കിലും പേനയൊന്നും പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ വിവാഹം പോലും നടക്കുന്നത്. പക്ഷേ അതിനുശേഷം കർത്താവ് വളരെ സന്തോഷത്തോടെ കർത്താവ് ഞങ്ങളെ നടത്തി. എന്റെ വൈഫിന്റെ പേര് ജോയ്സ് എന്നാണ്. 2020 ജനുവരി മാസം 20-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിയുന്നു. ഡിസംബർ മാസത്തിൽ ഞങ്ങൾ, അന്ന് 2020 നിങ്ങൾക്കറിയാം, കൊറോണ എന്ന് പറഞ്ഞ രോഗം ആരംഭിച്ച കാലം. ഡിസംബർ മാസത്തിൽ ഞങ്ങൾ സുവിശേഷ വേലയുമായി വടക്കേ ഇന്ത്യക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. തിരിച്ച് ബഹ്റൈനിലോട്ട് പോയില്ല. ഞാൻ ബഹ്റൈനിൽ സ്ഥിരമായി താമസിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ ദൈവം നേരെ 2020 ജനുവരി 20 കല്യാണം കഴിഞ്ഞു. ഡിസംബർ മാസമായപ്പോൾ ഞാനും വൈഫും കൂടെ വടക്കേ ഇന്ത്യക്ക് പോകാൻ ദൈവം ദർശനം നൽകി. വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിൽ രാജ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഭോപ്പാലിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ ദൂരത്ത് രാജ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഒരു ശുശ്രൂഷകനായി രാജ്ഗഡിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചു. ഈ രാജ്ഗഡിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ രാജ്ഗഡിന്റെ ഒരു പ്രത്യേകത, ഈ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ഒത്തിരി അമ്പലങ്ങളുണ്ട്. അപ്പോൾ തന്നെ കാണാൻ മനോഹരമായ നല്ല സ്ഥലമാണ് രാജ്ഗഡ്. ഒരു സുവിശേഷ വേല എന്ന് പറയുന്നത് അവിടെ അസാധ്യമാണ്. കാരണം അവിടെ ഒത്തിരി പാസ്റ്റർമാർ നേരത്തെ വന്നിട്ടുണ്ട്, അവരെ എല്ലാം തല്ലി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലവും കൂടെ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കുടുംബമായി അവിടെ മധ്യപ്രദേശ് സുവിശേഷ വേല ആരംഭിക്കുന്നു. സുവിശേഷ വേല ആരംഭിക്കുമ്പോൾ എന്നെ ഞങ്ങളുടെ ഒരു പാസ്റ്റർ അവിടെ കൊണ്ടേയാക്കുന്നു, ഞങ്ങളുടെ സെക്ഷന്റെ പ്രസ്ബിറ്റർ കൊണ്ടേയാക്കുന്നു. വാസ്തവത്തിൽ പോക്കറ്റിൽ 1 രൂപ പോലും എടുക്കാനില്ലാത്ത സമയം. അങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള കാര്യങ്ങളും ഞങ്ങളുടെ സാധനങ്ങളും അല്ലാതെ ഭോപ്പാലിൽ ചില മാസങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ പാസ്റ്ററോട് ഞങ്ങൾ താമസിച്ചതിന് ശേഷം ഈ രാജ്ഗഡിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഒരു വാടകയ്ക്ക് കൊടുക്കാൻ പോലും കൈ കാശില്ലാതിരിക്കുക. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ടി വന്നു. വാടകയ്ക്കുള്ള വീടെല്ലാം ആ പാസ്റ്റർ തന്നെ അറേഞ്ച് ചെയ്തു. പക്ഷെ എന്റെ പോക്കറ്റിൽ വാടക കൊടുക്കാനുള്ള കാശ് കൃത്യമായിട്ടില്ല. അങ്ങനെ ആ നാട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം പാസ്റ്റർ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ വീടുകളൊക്കെ ഒന്ന് കയറാം, ക്രിസ്ത്യാനികളുടെ വീടുകളൊക്കെ ഒന്ന് കയറാം. അപ്പൊ ഞങ്ങൾക്കൊരു ഗൈഡ് ആയിട്ട് അവിടെ ഒരു ആന്റി ഉണ്ട്. ആ ആന്റി പറഞ്ഞു, ഇതൊരു ക്രിസ്ത്യാനിയുടെ വീടാ, അവിടെ ഒന്ന് കയറി. അതൊരു സബ് രജിസ്ട്രാറിന്റെ വീട്, സബ് രജിസ്ട്രാർ, അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് കയറാം. അപ്പൊ അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിയും കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ആ വീട്ടിൽ ഞങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അപ്പം എന്നാ പിന്നെ ഉള്ളപ്പോ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോ ഇല്ല. അപ്പം ആ സഹോദരി പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാവോ. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പുതിയതായിട്ടൊരു പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തുക, പുതിയതായിട്ട് വന്നതല്ലേ, ഒന്ന് പരിചയപ്പെടുക എന്നുള്ള രീതിയിൽ മാത്രം കയറി. പക്ഷെ ആളില്ലെന്ന് കണ്ടപ്പോൾ തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ ആ സഹോദരി പറഞ്ഞു, എന്നാ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് ഈ ദൈവദാസൻ, ഞങ്ങളുടെ കൂടെയുള്ള ദൈവദാസൻ, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രാർത്ഥിക്കാൻ ആരംഭിച്ചതും ആ സഹോദരിയിൽ നിന്ന് ഭൂതങ്ങൾ അഴിഞ്ഞു പോകാൻ തുടങ്ങി. ഈ വീട്ടുകാര്, പിള്ളേരുണ്ട്, ആന്റിയുടെ അനിയത്തിയുണ്ട്, ഇവരെല്ലാം അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഭൂതം ഇറങ്ങി. ഇവർക്ക് അത് ആദ്യത്തെ അനുഭവമാണ്. ഭൂതം അങ്ങ് ഇളകാൻ തുടങ്ങി. ലാസ്റ്റ് എനിക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ട 3500 രൂപയാണ് വാടകയ്ക്ക് കൊടുക്കും. ആ വീട് ഞാൻ പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന വീടിന് വാടക കൊടുക്കും 3500 രൂപ. ആ പൈസ എന്റെ കയ്യിലില്ല. ഞങ്ങള് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ സഹോദരി ഓടി വന്നിട്ട് പ്രാർത്ഥിച്ച പാസ്റ്ററുടെ കയ്യിൽ ഒരു 3500 രൂപ വെച്ച് കൊടുത്തിട്ട്, ഇത് പാസ്റ്റർക്കുള്ളതാണ്, 3500. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ദൈവമേ അത് എന്റെ കൈ കിട്ടി. കാരണം എനിക്കിത് വാടകയ്ക്ക് കൊടുക്കാൻ കൈ കാശില്ലാതിരിക്കും. നമ്മൾ ചിന്തിച്ചു പോകുമല്ലോ സ്വാഭാവികമായി, കർത്താവ് എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ പക്ഷെ വാ തുറന്നൊന്നും പറയാതെ, നമ്മൾ ദൈവത്തോട് മാത്രം പരാതി പറഞ്ഞ് ജീവിക്കുകയാണ്. മനുഷ്യനോട് ആരോടും ഒരു പരാതി ഇന്ന് വരെ പറയാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. ഒരു മനുഷ്യനോട് 1 രൂപ പോലും ചോദിക്കാനും ഇട വന്നിട്ടില്ല. സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഇന്ന് വരെ ആരോടും പൈസ ചോദിച്ച് നടക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. ദൈവം കരുതും.
എന്ന് വിശ്വസിച്ച് പരാതി വല്ലതും ഉണ്ടെങ്കിൽ നേരെ ദൈവത്തോട് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകും. അപ്പോഴും ദൈവത്തോട് ഞാൻ പറഞ്ഞു, ദൈവമേ, 1 രൂപ എനിക്ക് കിട്ടിയാൽ വലിയ ഉപകാരമാണല്ലോ എന്റെ മനസ്സുകൊണ്ട് ഞാൻ കർത്താവിനോട് ഞാനിങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഈ പാസ്റ്റർ കുറച്ചു നേരം അവിടെ നിന്നിട്ട് പറയും, ജോമറ്റ്, ഇത് എനിക്ക് വേണ്ടിയല്ല, ദൈവാത്മാവ് പറയുന്നത് ജോമറ്റിന് വേണ്ടിയാണ് ഇത് തന്നത് എന്ന് പറഞ്ഞിട്ട് ഈ 3500 രൂപ എന്റെ കയ്യിലോട്ട് വെച്ചു. ആ പാസ്റ്റർ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ 3500 രൂപ കയ്യിലോട്ട് വെച്ച് തന്ന് ആ പൈസ കൊടുത്തിട്ടാണ് ഞാൻ ആ വാടക വീട്ടിൽ ആദ്യമായി താമസിക്കുന്നത്. അപ്പോഴും വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നുമില്ല. എന്റെ വൈഫിന്റെ ഒരു ഷാൾ നിലത്ത് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കിടന്നുറങ്ങി ആ രാത്രി. അന്ന് കിടക്കാൻ പോലും നല്ല സൗകര്യമുള്ളൊരു വീടല്ല. പക്ഷെ ആ വീട്ടിൽ ഞങ്ങൾ താമസം ആരംഭിച്ചു. തൊട്ടടുത്ത ദിവസം അന്ന് ആ ദിവസങ്ങളിൽ തന്നെ മലയാളികളെ തപ്പി ഞങ്ങൾ പുറത്തിറങ്ങി. കാരണം നമുക്ക് എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടല്ലോ. അപ്പൊ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി പോകുമ്പോൾ ചുറ്റുപാടൊക്കെ നോക്കി ഏതെങ്കിലും മലയാളികൾ താമസിക്കുന്നുണ്ടോ എന്നറിയാം. ഒരു മലയാളി കുടുംബം ഉണ്ട് എന്നവിടെ ഞങ്ങൾക്ക് മനസ്സിലായി. ഈ മലയാളി കുടുംബത്തിനകത്തേക്ക് ചെന്നിട്ട് ഞങ്ങള് വീട്ടിൽ കയറി ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അവർ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പം ചേർത്തലക്കാരായ നല്ലൊരു മലയാളി കുടുംബം, മധ്യപ്രദേശിൽ രാജ്ഘട്ട് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു ഭോപ്പാലിൽ 140 കിലോമീറ്റർ ദൂരമാണ്. അവിടെ ഒന്നും ഒരു മലയാളി പോലും ഉണ്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് എങ്കിലും ഒരു ചിന്ത വെച്ച് ഇങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഒരു മലയാളി കുടുംബം. ആ മലയാളി കുടുംബത്തിനകത്ത് കയറി ചെന്നപ്പോൾ അവര് ഞങ്ങളെ മാന്യമായിട്ട് കയറ്റിയിരുത്തി. അവർ സംസാരിക്കാൻ തുടങ്ങി. എന്താ ചെയ്യുന്നത്, എന്താ നിങ്ങളുടെ പേര് എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ പാസ്റ്ററാണ്, സുവിശേഷ വേലയായിട്ട് വന്നപ്പോൾ ഇവരുടെയൊക്കെ കോപം അകത്തുനിന്ന് കയറി. കാരണം അവര് പറഞ്ഞു, അവരുടെ ഉള്ളിലെ സ്നേഹം കൊണ്ടാ പറയുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയും കാലും തല്ലി പിടിക്കാൻ ആൾക്കാർ. കാരണം ഇവിടെ അങ്ങനെ ഒരു സ്ഥലമാണ്. ഇവിടെ മുന്നേയും പാസ്റ്റർമാർ വന്നിട്ടുണ്ട്, അവരെല്ലാം ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഏരിയയാണ്, നിങ്ങളുടെ സുവിശേഷ വേല ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ വിഷമം ഉണ്ടെങ്കിലും വിഷമത്തെക്കാളും കൂടുതൽ വിശപ്പാണ് ഞങ്ങൾക്കുള്ളത്. വിഷമത്തെക്കാളും കൂടുതൽ കാരണം നേരെ കഴിക്കാൻ ഭക്ഷണവും ഞങ്ങൾക്ക് ഇല്ല ആ ഒരു സമയത്ത്. വിഷമം അകത്തുണ്ടെങ്കിലും അതിനേക്കാളും വലിയ വിശപ്പ് ഇങ്ങനെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് പറയുമ്പോഴും ഞാനിത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ തല്ലി ഓടിക്കും കേട്ടോ, വേണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ. അവര് സ്നേഹം കൊണ്ട് പറയുന്നതാ. പക്ഷെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇവര് പെട്ടെന്ന് ഭക്ഷണം എല്ലാം എടുക്കുന്നു. ഞാൻ പറയൂ, ഭക്ഷണമൊന്നും വേണ്ട. പക്ഷെ ഇവര് പറഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നവർക്കെല്ലാം ഞങ്ങൾ മാന്യമായി ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് രസകരമായ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഭക്ഷണം എല്ലാം നല്ല ഭക്ഷണം എല്ലാം തന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് പറയുന്നതാ, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, ഇവിടെ സുവിശേഷ വേല നടക്കത്തില്ല, ഒരു മനുഷ്യനെ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹൃദയത്തിനകത്ത് ആ ഒരു വിഷമം കിടക്കുക, കർത്താവ് എന്തിനാ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ന് ചോദിച്ചു. ഞങ്ങൾ പിന്നെയും നടക്കാൻ ആരംഭിച്ചു. ആ ദേശം മുഴുവൻ നടന്ന് ഒത്തിരി പ്രാർത്ഥിക്കാനും ദേശത്തിലെ പല പോരുകൾക്ക് നേരെ ശാസിച്ച് അതിനെതിരെ പ്രാർത്ഥിക്കാൻ എല്ലാം കർത്താവ് സഹായിച്ചു. അങ്ങനെ നടന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഈ വീട്ടുകാർ തന്നെ, ഈ പറഞ്ഞ മലയാളി കുടുംബം തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്തായാലും നിങ്ങൾ പോകാൻ തീരുമാനമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇവിടെ നിൽക്കണമെങ്കിൽ പാസ്റ്റർ പണി കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, വൈഫിന്റെ ഒരു ജോലി വേണം എന്ന് ഞങ്ങളോട് ഇങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെടുക. ഒരു കാര്യം ചെയ്യും, വൈഫിന് ഞങ്ങളൊരു ജോലി ശരിയാക്കി തരാം. ഇവിടെ അടുത്തൊരു കോൺവെന്റ് സ്കൂളുണ്ട്, ആ സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് ജോലി നോക്കാൻ ടീച്ചറാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ പോയി സംസാരിക്കാനുള്ള പരിചയം. അവര് പറഞ്ഞു ഇല്ല, ഞങ്ങൾ സംസാരിച്ചോളാം, അവിടുത്തെ അച്ഛൻ ഒരു മലയാളിയാണ്, മൂവാറ്റുപുഴക്കാരൻ ഒരു മലയാളിയാണ്, അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിക്കാൻ ഒരു ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇന്റർവ്യൂ അദ്ദേഹം അവിടെ അറേഞ്ച് ചെയ്ത് തന്നു. ഇന്റർവ്യൂ അവിടെ ചെന്ന് അറേഞ്ച് ചെയ്ത് തന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനെയും കൊണ്ട് ആ സ്കൂളിലോട്ട് പോകുന്നു. ഓഫീസിൽ ഇന്റർവ്യൂ നടക്കുന്നു. ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ മാന്യമായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ മറുപടി കൊടുക്കുന്നുണ്ട്, മലയാളത്തിൽ ചോദിക്കുന്നത് മലയാളത്തിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൃത്യമായി നടക്കുമ്പോൾ ഏറ്റവും ഒടുക്കം ജോലി കിട്ടും എന്നൊരു സാഹചര്യം വന്നതിന് ആ ഒരു സമയം കിട്ടും എന്നുറപ്പായി. ആ ഒരു സമയത്ത് ഈ അച്ഛൻ എടുത്തൊരു ചോദ്യം കൂടെ ഒന്നുകൂടെ ചോദിക്കുക, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്റെ നിഷ്കളങ്കയായ ഭാര്യ പറഞ്ഞത് പാസ്റ്ററാണെന്ന് പറഞ്ഞു. പാസ്റ്ററാണെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ കോപം എവിടെ നിന്ന് കയറി വന്നൊന്നും അറിയത്തില്ല. കാല് മുതൽ തല വരെ കോപം കയറിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇറങ്ങി ഓടിക്കോളാം, നിങ്ങൾ ഇവിടുന്ന് പൊക്കോ, നിങ്ങളെ പിടിച്ച് ജയിലിനകത്താക്കാൻ പോലും എനിക്കിവിടെ അതോറിറ്റിയോ,
ആ മനുഷ്യൻ പറയുക, നിങ്ങളെ പിടിച്ച് അകത്താക്കാനുള്ള ഹോൾഡ് എനിക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ മതപരിവർത്തനം ഞങ്ങൾ സമ്മതിക്കത്തില്ല. മതപരിവർത്തനത്തിനെതിരെ ബില്ലുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ പിടിച്ചു വേണമെങ്കിൽ എനിക്ക് ജയിലിനകത്താക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ പോലീസിനോട് വേണമെങ്കിൽ സംസാരിക്കും, നിങ്ങൾ വേണം രക്ഷപ്പെട്ടോണം. വളരെ ഭാരത്തോടെ ആ മുറിക്കകത്ത് നിന്നിറങ്ങി ഞങ്ങള് അവിടെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി ദൈവത്തോട് കരയാൻ ആരംഭിച്ചു. ദൈവമേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് അപമാനിക്കപ്പെടാനാണ്? ഞങ്ങൾ എന്തിനാ എവിടെ കൊണ്ടുവന്നേ? ഞങ്ങളെ അങ്ങ് കളിയാക്കുവാണോ? ഞങ്ങളെ അങ്ങ് ഒന്നുമില്ലാതാക്കുവാണോ എന്നെല്ലാം ചോദിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭാരത്തോടെ ദൈവത്തോട് ഒത്തിരി പരാതി പറയാൻ ആരംഭിച്ചു. അപ്പോഴും ഒരു മനുഷ്യൻ പോലും ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ പോലും ഞങ്ങൾക്കില്ല. എന്റെ ഭാര്യ നേരെ മുമ്പിൽ ഇരിക്കും, ഞാനൊരു മേശയുടെ പുറകിൽ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങും. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടും, സ്വോത്രകാഴ്ചയിടും. ഇതാണ് ഞങ്ങളുടെ ആരാധന. അപ്പോഴും ഈ അച്ഛനും പറഞ്ഞു, ഈ മലയാളി കുടുംബം പറഞ്ഞു, നിങ്ങൾക്ക് ആരെ ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല, നിങ്ങളുടെ കാലും കൈയും തല്ലി ഒടിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ നാട്ടിലോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി ഭീഷണിപ്പെടുത്തി. ഞങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സമയം. തൊട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ഞങ്ങൾ കേൾക്കുന്ന വാർത്ത, ഈ അച്ഛനെ അവിടുന്ന് സ്ഥലം മാറ്റി. എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേൾക്കുകയാണ്, ഈ അച്ഛനെ അവിടുന്ന് സ്ഥലം മാറ്റി. കേൾക്കണോ, ഒരു 2-3 ആഴ്ച ഞങ്ങൾ അവിടെ പ്രവർത്തിച്ച പരിചയമേ ഞങ്ങൾക്കുള്ളൂ. ഈ 2-3 ആഴ്ചക്കുള്ളിൽ ഏകദേശം 10 പേരെ ദൈവം ഞങ്ങൾക്ക് അവിടെ തന്നു. 10 പേരെ 10 പേരെ പ്രവർത്തിച്ച് നേടാൻ കർത്താവ് സഹായിച്ചു. കേൾക്കണേ, ഈ 10 പേരും ഈ അച്ഛന്റെ ചർച്ചിൽ നിന്നാണ്. ഈ പള്ളിയിലച്ഛന്റെ ചർച്ചിൽ നിന്നാണ് 10 പേര്. ഈ അച്ഛൻ അവിടെ നിന്ന് പോയി അദ്ദേഹത്തിന്റെ ചർച്ചിൽ നിന്ന് തന്നെ 10 പേരെയും കൊണ്ട് അവിടെ ആരാധന തുടങ്ങാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് പോരുമ്പോഴത്തേന് ഏകദേശം 25ഓളം പേര് ഞങ്ങൾക്ക് അവിടെ ആരാധനയ്ക്ക് വന്നു. അപ്പോഴും ഹിന്ദി നെഹി മാലു എന്നല്ലാതെ ഒരു ഭാഷയും ഞങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു സമയത്ത് അവിടെ നാട്ടിലോട്ട് കയറി ചെലുത്ത. പക്ഷെ ആ ഒരു 2 വർഷത്തിനിടയിൽ ഏകദേശം അത്യാവശ്യം ഹിന്ദിയിൽ പ്രസംഗിക്കാനെല്ലാം പഠിച്ച് ഇനി ഇവിടെ തന്നെ നിൽക്കാം എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. നേരത്തെ ബഹ്റിനിൽ തീരുമാനിച്ചതുപോലെ ഇവിടെ തന്നെ നിൽക്കാം, മധ്യപ്രദേശിൽ തന്നെ സുവിശേഷ വേല ചെയ്യാം എന്നൊക്കെ ചിന്തിച്ച് ഏകദേശം 25ഓളം പേരായല്ലോ. ഹിന്ദിയിലൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു നല്ല കോൺഫിഡൻസ് ആയി. ഇനി ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം എന്നൊക്കെ ആലോചിച്ച് ഞാനും എന്റെ വൈഫും കൂടെ അങ്ങ് തീരുമാനിച്ചു, ഇനി അങ്ങ് നിൽക്കാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ വലത്തെ കൈക്കകത്ത് പിന്നെയും നെല്ലിക്ക വലിപ്പത്തിൽ, നേരത്തെ പോലെ വലിയ മുഴയല്ല, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു മുഴ എന്റെ കയ്യിൽ പിന്നെയും കാണുകയും ഇത് പിന്നെ വല്ലാതെ എന്നെ അങ്ങ് ഭയപ്പെടുത്തി കാണും. നേരത്തെക്കാളെല്ലാം കൂടുതൽ ഭയമായി തോന്നും. ദൈവമേ, ഇത് പിന്നെയും വരുവാണോ എന്ന് ചോദിച്ച് ഒത്തിരി ഭയപ്പെട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് വന്നു. ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് വന്ന് RCCയിൽ എന്റെ പിതാവ് എന്നെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത്. അപ്പോൾ എന്റെ പിതാവ് വർക്കലയിലാണ് ശുശ്രൂഷിക്കുന്നു. വർക്കല, ഞങ്ങള് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ട്രാൻസ്ഫറായി വർക്കല വരെ എത്തി. ഇന്ന് കൊല്ലം ചാത്തന്നൂരാണ് എന്റെ പപ്പ ശുശ്രൂഷിക്കുന്നത്. അന്ന് വർക്കലയിൽ ശുശ്രൂഷിക്കുക. വർക്കലയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വരുന്നു, എന്റെ വലത്തെ കയ്യിൽ ഇങ്ങനെ ചെറിയൊരു മുഴയുണ്ട്. ഇത് കൊണ്ടുപോയി RCC കാണിച്ചു. RCC കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു പെട്ടെന്ന് ഒരു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പല സ്കാനുകൾ എടുത്തു, പെറ്റ് സ്കാൻ എടുത്തു. സ്കാൻ ചെയ്തിട്ട് ഡോക്ടേഴ്സിന്റെ അടുക്കലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, വൈകിപ്പോയി, ഇത്രയും നാൾ കൈക്കകത്ത് ആയിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം, ഇതിപ്പോ പടർന്ന് ലങ്സിനകത്തൂടെ കയറിയിരിക്കുക. അപ്പോഴേക്ക് ഞാൻ എന്റെ കൈക്കകത്ത് ഒരു മൊബൈലുണ്ട്. ഇതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ ഭയം വരുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്നുള്ളതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ പറഞ്ഞു ലങ്സിനകത്തേക്ക് ക്യാൻസർ സ്പ്രെഡായി എന്ന് പറഞ്ഞപ്പോൾ കൈക്കകത്ത് മാത്രം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കണ്ട് ഞാൻ നാട്ടിലോട്ട് വന്ന അതെങ്ങനെയും കീറിക്കളയണം, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് നാട്ടിലോട്ട് വന്നപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കൈക്കകത്ത് മാത്രമല്ല ലങ്സിനകത്തൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇത് കേട്ടപ്പോൾ എന്റെ കയ്യിലെ മൊബൈൽ താഴെ. അത് പെട്ടെന്ന് എങ്ങനെ പോയി എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഹൃദയത്തിനകത്ത് പെട്ടെന്ന് പേടി വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു. കയ്യിൽ ആകെ വല്ലാതെ പേടിയായി പോയി, ഭയമായി പോയി, ലങ്സിനകത്തേക്ക് സ്പ്രെഡായി പോയി. ഇനി ഞാൻ എന്റെ ഹൃദയത്തോട് പറയാൻ ആരംഭിച്ചു, ദൈവമേ, ജോമറ്റ് ജോൺസൺ എന്നൊരു വ്യക്തി അവസാനിക്കാൻ പോയി. ഞാൻ പറയാം, ഹൃദയത്തിൽ നിന്ന് പറയുക, ദൈവമേ, ജോമറ്റ് ജോൺസൺ എന്നൊരു വ്യക്തി അവസാനിക്കുക. എന്തിനാ കർത്താവെ എന്നോട് ഈ ചതി ചെയ്യുന്നേ? എന്തിനാ കർത്താവ് എനിക്ക് മാത്രം ഈ വേദന? എന്തിനാ കർത്താവ് എനിക്ക് മാത്രം ഈ പ്രശ്നങ്ങൾ? വേറെ ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങൾ, സാഹചര്യങ്ങൾ എന്തിനാ എനിക്ക് മാത്രം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കർത്താവിനോട് നിലവിളിക്കാൻ. ഡോക്ടേഴ്സിനെ വീണ്ടും വീണ്ടും കാണാൻ ആയിട്ട് അവിടെ ചെല്ലുകയും ഡോക്ടർമാരുടെ മുമ്പിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ
ആ ഉള്ളൊരു മനസ്സിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്. എന്നേക്കാളും ഒത്തിരി കരയുന്നയാളാ എന്റെ പപ്പ. അപ്പൊ പപ്പായെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് കയറി ചെല്ലാൻ, ഒരു ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് ധൈര്യമില്ല. അങ്ങനെ ഡോക്ടർമാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഡോക്ടർമാർ പറയാൻ ആരംഭിച്ചു, ഇത്തവണ വന്നിരിക്കുന്നത് വലിയ പ്രയാസമാണ് കേട്ടോ. ഈ കൈക്കകത്തെ മുഴ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തെടുത്ത് കളയാം, പക്ഷെ എടുത്തു കളഞ്ഞാലും അതിൻ്റെതായ റിസ്കുകളുണ്ട്. കൈക്കകത്ത് പിന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ലങ്സിനകത്തുള്ള മുഴ എടുത്തു കളയാൻ ഇത്തിരി റിസ്ക്കാണ്. അതെടുക്കേണ്ടി വന്നാൽ ആ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും. വെന്റിലേറ്റർ എന്നൊക്കെ അതുവരെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് എന്നോട് ഉള്ള അനുഭവത്തിൽ, എന്റെ മുമ്പിൽ നിന്ന് ഈ ഡോക്ടർ ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു ലോകത്തിലോട്ടൊക്കെ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ദൈവമേ എന്നൊക്കെ ഹൃദയം കൊണ്ട് ഒത്തിരി നിലവിളിച്ചത് വെന്റിലേറ്റർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാർ പറയുക വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും, ഒരു പക്ഷെ പുറത്തു വരത്തില്ല എന്നും കൂടെ പറഞ്ഞപ്പം ആകെ തകർന്നു പോയി. പുറത്തു വരത്തില്ല ചിലപ്പോൾ. ഈ ഓപ്പറേഷൻ അത്രത്തോളം റിസ്ക് ആണ്. വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരാം. എന്നാലും ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകാം എന്നും കൂടെ പറഞ്ഞു. ഒരു പ്രതീക്ഷയും ഇനി വെക്കണ്ട എന്ന് ഡോക്ടർമാർ ആകെ തകർന്നു. ഒരു മരണ വീട് പോലെ എന്റെ വീടായി. ഇനി ഒരിക്കലും, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള, പ്രാർത്ഥിക്കാൻ വരുന്ന പാസ്റ്റർമാർ പ്രാർത്ഥിച്ചിട്ട് പോകും. ഈ സത്യത്തിൽ അവരുടെ വിചാരം ഇതൊരു വലിയൊരു ആശ്വാസമായിരിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പല വാക്കുകളും ഒത്തിരി ഞങ്ങളെ തളർത്തിയിട്ടുണ്ട്. തുറന്നങ്ങ് പറയുന്നതാ, ദൈവമേ അധികം വൈകാതെ അങ്ങയുടെ ഹിതം നിറവേറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. ഇത് മനുഷ്യന്റെ ഒരു അവസ്ഥ എത്ര ഭീകരമാണെന്ന് എനിക്ക് വർണ്ണിക്കാൻ അറിയില്ല. അത്രത്തോളം മരണ വീട് പോലെയായി. ദൈവമേ ഇനി എങ്ങനായിരിക്കും ജീവിതം എന്നൊക്കെ, ഇനി ജീവിതം ഉണ്ടോ ജീവിതമില്ല എന്നൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഇങ്ങനെയാണ്, വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് തീരുമാനിച്ചു. ഓപ്പറേഷൻ ആരംഭിച്ചു. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു പുറത്തു കൊണ്ടുവന്നപ്പോൾ ഒരു കുഴപ്പം. ഓപ്പറേഷൻ ദീർഘമണിക്കൂറുകൾ ഓപ്പറേഷൻ നടക്കുന്നു. പുറത്തു കൊണ്ടുവന്നു. ഡോക്ടർമാർ പറഞ്ഞതുപോലെ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നു. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നെങ്കിൽ പോലും വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ പിന്നീട് ദൈവം പുറത്തു കൊണ്ടു. ഒത്തിരി ദീർഘാവ് സൗഖ്യമാണ്. ഡോക്ടർമാർ പറഞ്ഞ വാക്കുകളെല്ലാം എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകും, ഒരുപക്ഷെ ഇനിയൊരു ഭാവി ഇല്ല, ഇനിയൊരു ജീവിതമില്ല എന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞു. പക്ഷെ അവരുടെ മുമ്പിലും യേശു ജീവിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ കർത്താവ് അവസരമൊരുക്കി. ഞാൻ ചുമ്മാ ഒരു പ്രാസത്തിന് അങ്ങ് ഒപ്പിച്ചു പറഞ്ഞതല്ല. കർത്താവ് ജീവിക്കുന്നു എന്ന് ഡോക്ടർമാരോട് പോലും പ്രസംഗിക്കാൻ കർത്താവ് പിന്നീട് അവസരമൊരുക്കി. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു. വെന്റിലേറ്ററിൽ ഞാൻ കിടക്കേണ്ടി വന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്നു. പിന്നീട് എന്നെ പുറത്തു വന്ന് കണ്ടപ്പോൾ എന്നെ കണ്ട ആൾക്കാർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തന്നെയാണോ വരുന്നേ എന്നുള്ള രീതിയിൽ രസകരമായി എന്നോടൊക്കെ ചോദിക്കുന്ന ആ രംഗങ്ങളെല്ലാം എനിക്ക് എന്റെ മനസ്സിനകത്ത് ഓർമ്മയുണ്ട്. കാരണം അത്രമേൽ വലിയ രീതിയിൽ, ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, വേദനകൾ ഉണ്ടായിരിക്കാം, നിരാശകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആരൊക്കെ നിങ്ങളെ തളർത്തിക്കളഞ്ഞു, അവരുടെ എല്ലാം മുമ്പിൽ യേശു ജീവിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ദൈവം നിങ്ങൾക്ക് അവസരം. ഞാൻ പറയുക, RCC എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരോട് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, യേശു ജീവിക്കുന്നു. നിങ്ങൾക്ക് അന്വേഷിക്കാം. RCCയുടെ തൊട്ടുപുറകിൽ ഒരു ചർച്ചകോടിന്റെ ബിൽഡിംഗ് ഉണ്ട്. എന്റെ ഓപ്പറേഷൻ കഴിച്ച നാളുകൾക്ക് ശേഷം എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത കുറച്ച് നേഴ്സുമാരെല്ലാം കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തു. ആ ചർച്ച കൂടിനകത്ത് അവർ കുറച്ചുപേര് രഹസ്യമായി ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കുറച്ച് നേഴ്സുമാർ RCCയിലുണ്ട്. അവര് കർത്താവിനെ ആരാധിക്കുന്നവരാകത്തും ഒത്തിരി രോഗികൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ ചർച്ച കൂടിൽ ആരാധനയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗ്, അങ്ങനെ ഒരു കൂട്ടായ്മ അവരുടെ ഇടയിലുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഈ ഡോക്ടർമാരിൽ പലരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് വന്ന് ശുശ്രൂഷിക്കാവോ, ഇവിടുത്തെ അനുഭവങ്ങളെല്ലാം പറയാവോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാമല്ലോ. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്തുള്ള ചർച്ചകോട്, അവിടെ RCC തൊട്ടുപുറകിലുള്ള ചർച്ചകോടിന്റെ ബിൽഡിങ്ങിൽ പോയി പ്രസംഗിക്കുമ്പോൾ
പ്രസംഗിച്ച അനന്തരം പ്രസംഗമെല്ലാം കഴിഞ്ഞ് സാക്ഷ്യം, എന്റെ സാക്ഷ്യം ഈ രോഗികളോട് പറയുന്നു. ഒത്തിരി രോഗികളുണ്ട്, അവരോട് ഈ സാക്ഷ്യം പറയുന്നു. ഈ രോഗികളെല്ലാം സാക്ഷ്യം എല്ലാം കേട്ട് അവരൊത്തിരി സന്തോഷത്തിലാകുന്നു. ഇതിനെല്ലാം ശേഷം ലാസ്റ്റ് വന്ന് പ്രസംഗിച്ച പാസ്റ്റർക്ക് നന്ദി പറയാൻ വേണ്ടി ഒരു ആന്റി ഈ സ്റ്റേജിനകത്തേക്ക് കയറി വരികയാണ്. ഞാൻ വളരെ നോക്കിയപ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നും തോന്നിയില്ല. പക്ഷെ ഈ ആന്റി വന്ന് കയറി നിന്നപ്പോൾ നല്ലൊരു ആന്റി സാക്ഷ്യം പറയുക, അല്ല ആന്റി നന്ദി പറയുക, വന്ന് പ്രസംഗിച്ച പാസ്റ്റർക്കുള്ള നന്ദി അറിയിക്കുന്നു. പക്ഷെ ഈ പാസ്റ്ററെ ഒരു നിസ്സഹായനായി ഞാൻ RCCയിൽ കണ്ടത്. ഈ ആന്റി പറയുക, ഞാൻ നോക്കി, എനിക്ക് വലിയ പരിചയം തോന്നിയില്ല. പക്ഷെ ആന്റി പറയുക, ഒരു നിസ്സഹായനായി എന്റെ മുമ്പിൽ കിടന്ന ഒരു മനുഷ്യനായി എന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചു. ഞാൻ നോക്കിയപ്പോൾ ആന്റി പറയുക, ഈ മനുഷ്യന് ഓപ്പറേഷന് മുമ്പ് മയക്കി കിടക്കാനുള്ള മരുന്ന് കൊടുത്തത് ഞാനാ, അനസ്തേഷ്യ കൊടുത്തത് ഞാനാ. ആ മനുഷ്യൻ എന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമെന്നോ, എന്റെ മുമ്പിൽ നിസ്സഹായനായി കിടന്ന ഈ മനുഷ്യനെ കർത്താവ് എന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഉപയോഗിക്കുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചതല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം അറിയാതെ സന്തോഷിച്ചു. കാരണം ആരെല്ലാം പറയുന്നു, അതായത് നീ തകർന്നു പോകുമെന്ന് പറയുന്നു, ഏതെല്ലാം മെഡിക്കൽ സയൻസ് നീ ഇനി ഉയരത്തില്ലെന്ന് പറയുന്നു, അവരുടെ എല്ലാം മുമ്പിൽ നിന്റെ തലയെ ഉയർത്താൻ, നിന്നെ മാനിക്കാൻ, നിന്റെ നാവ് കൊണ്ട് തന്നെ യേശു ജീവിക്കുന്നു എന്ന് പറയാൻ, അതല്ലേ സാക്ഷി. നമ്മളിങ്ങനെ 118-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കും എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും. ഇങ്ങനെ അവസരങ്ങൾ ഒത്തിരി പേർക്ക്, നിങ്ങൾ ഇന്നായിരിക്കുന്ന ഭാരങ്ങൾ, നിങ്ങൾ ഇന്നായിരിക്കുന്ന വേദനകൾ, നിരാശകൾ, അത് നിങ്ങളെ തളർത്തിക്കളയാനല്ല. ഞാൻ ഒട്ടും ചിന്തിക്കുന്നില്ല, ഇത്രത്തോളം 4 തവണ 5 മുഴകളൊക്കെ എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തതാണ്. അങ്ങനെ ഒരാൾക്ക് ഒത്തിരി നിന്ന് പാടാനോ, ഒത്തിരി നിന്ന് പ്രസംഗിക്കാനോ, ഒത്തിരി സംസാരിക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മെഡിക്കൽ സയൻസിന് അത്രയൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ മെഡിക്കൽ സയൻസിനപ്പുറം നമ്മളെ അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി നേരം പാട്ട് പാടാനും ഒത്തിരി നേരം പ്രസംഗിക്കാനെല്ലാം കർത്താവ് ആരോഗ്യവും ബലവും എല്ലാം കർത്താവ് മടക്കി നൽകി. ഇന്ന് പവർ വിഷനിൽ ശുശ്രൂഷിക്കാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കും. പവർ വിഷനിൽ നിങ്ങൾക്ക് കാണാം, ചാനലിൽ നിന്ന് പാട്ട് പാടുകയും ആരോഗ്യത്തോടെ തുള്ളിച്ചാടിയൊക്കെ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ സാക്ഷ്യം കേട്ടിട്ട് നാളെ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇന്നലെ സാക്ഷ്യം പറഞ്ഞ ഈ 4 തവണ ഓപ്പറേഷൻ ചെയ്ത് 5 മുഴകളെടുത്ത മനുഷ്യനാണോ നിന്ന് തുള്ളിച്ചാടി പാട്ട് പാടുന്നത് എന്നൊക്കെ തോന്നത്തക്ക നിലവാരത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തു. കർത്താവ് മാനിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കർത്താവ് നൽകി. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ കർത്താവ് നൽകി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രോഗസൗഖ്യത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പ്രസംഗിച്ചത്, ഞാൻ സംസാരിച്ചത്. രോഗസൗഖ്യത്തിനപ്പുറം കഷ്ടതയുണ്ട്. ഇനിയും പ്രയാസങ്ങൾ വരാം, ഇനിയും ചിലപ്പോൾ നിരാശകൾ വരാം, ഇനിയും ദുഃഖങ്ങൾ വരാം, ഇനിയും ഒരുപക്ഷെ ഒത്തിരി കരയേണ്ട അവസ്ഥകൾ വരാം. ക്രിസ്തീയ ജീവിതം അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് നിമിത്തം നിങ്ങൾ ലജ്ജിക്കരുത്. അത് നിമിത്തം കർത്താവിനെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത് എന്ന് നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ മാറാനല്ല പ്രാർത്ഥിക്കേണ്ട, മറിച്ച് അത് നിമിത്തം ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ഇതുപോലെ കർത്താവിനെ ഉയർത്താൻ ദൈവം നിങ്ങൾക്ക് അവസരം തരട്ടെ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന കാണുന്ന എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. ഇപ്രകാരം ഒരു അവസരം നൽകിയ അങ്ങ് ദൈവദാസനോടുള്ള അരോമ TVയോടുള്ള നന്ദിയെ അറിയിക്കുന്ന പ്രത്യേകം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. 4 തവണ 5 മുഴകൾ എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തു. പക്ഷെ ഒരു കേടും കൂടാതെ ഇന്ന് സാക്ഷ്യം പറയുവാൻ കർത്താവ് അവസരം നൽകി. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. എന്റെ വൈഫിന്റെ പേര് ജോയ്സ് എന്നാണ്. പവർ വിഷനിൽ ചാനലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ വൈഫിന്റെ മാതാവിനെ പറ്റി പിതാവിനെ പറ്റിയും എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ പിതാവ് അസംബ്ലീസ് ചാത്തന്റെ ഒരു സഭയുടെ ശുശ്രൂഷകനെ പാസ്റ്റർ എമ്മോ ജോൺസൺ എന്നാണ് പേര്. മാതാവിന്റെ പേര് റീന ജോൺസൺ. എന്റെ സഹോദരൻ ജോസിൻ ജോൺസൺ. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സുവിശേഷ വേലയിലാണ്. പാസ്റ്റർമാരുടെ മക്കൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സുവിശേഷ വേലയിലാണ്. ദൈവമക്കൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. 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 കർത്താവിന്റെ പാസ്റ്റർ ജോമറ്റ് ജോൺസൺ കടന്നുപോയതായ ആ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ അത് ദൈവത്തിന്റെ കരങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളതായ ആ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നുള്ളത് കൊണ്ട് കർത്താവ് ഒരു പൊന്നുപോലെ ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരുന്ന ചില പ്രോസസ്സുകളെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. ഒരു ദൈവദാസന്റെ മകൻ, മാതാപിതാക്കന്മാർ പറഞ്ഞു, മോനെ
ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുകയാണല്ലോ, ഈ കഷ്ടതയൊക്കെ നീയും കാണണ്ട, നീ അനുഭവിക്കണ്ട, നീ വേറൊരു വഴി തിരഞ്ഞെടുത്താൽ മതി എന്ന് ആഗ്രഹിച്ച് പറയുമ്പോൾ അതിനേക്കാൾ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി എൻ്റെ കർത്താവ് എന്നെ കുറിച്ച് ചിന്തിക്കുന്ന ആ ചിന്ത, ആ ഒരു ആഗ്രഹം, ദൈവത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചു കൊടുക്കുകയും ദൈവവചനം പഠിക്കാൻ തിരുവനന്തപുരത്ത് ബദനിയിലേക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം, അവിടെ വെച്ചുണ്ടാകുന്ന ചില ശാരീരിക പ്രയാസങ്ങൾ, അത് ജീവിതത്തിന്റെ വേറൊരു വഴിത്തിരിവിലേക്ക് എന്ന് വേണം പറയാൻ, അല്ലെ ഒരു ടേണിംഗ് പോയിന്റ്, വേറൊരു നിലയിലേക്ക് അത് മാറുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരെ കുറിച്ചും ദൈവത്തിന് ഓരോ പദ്ധതികളാണ് ഉള്ളത്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോമറ്റ് ജോൺസൺ ഈ ചെറുപ്രായത്തിനിടയിൽ വലിയൊരു കാലയളവിൽ അഭിമുഖീകരിക്കേണ്ടതിൽ അനുഭവിക്കേണ്ടുന്നതായ ഒരുപാട് പ്രശ്നങ്ങൾ പരിമിതമായ കാലയളവിനുള്ളിൽ അനുഭവിച്ച് കയറി ഇറങ്ങി കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ ഒത്തിരി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം പിന്നെ ശക്തമായി ഉപയോഗിക്കട്ടെ. ഗൾഫില് പോകുവാന്, മധ്യപ്രദേശിൽ പോകുവാന്, ഇന്ന് പവർ വിഷന്റെ വിവിധ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിലേക്കുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും നയിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. ആകട്ടെ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോമറ്റ് ജോൺസൺ വളരെ അനുഗ്രഹീതനായ ഒരു ഗായകനാണെന്ന് എനിക്കറിയാം. അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഹൃദയത്തിൽ സ്പർശിച്ച, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചതായ ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ ഒരു 4 വരികളൊന്ന് മൂളാമോ, അല്ലെങ്കിൽ ഒന്ന് പാടാമോ എന്നുകൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എങ്കിൽ ഒരു 4 വരി പാട്ടൊന്ന് പാടാം. ഞാന് ഏറ്റവും കൂടുതൽ കൺവെൻഷന് കേട്ട് പാടിയൊരു പാട്ട്, അത് എന്റെ ലൈഫിനോട് ഒത്തിരി ബന്ധപ്പെട്ടൊരു പാട്ടാണ്, വലിയ വരികളാണ്. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എന്റെ നന്മ. അതൊന്ന് പാടാം. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എന്റെ നന്മ. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എന്റെ നന്മ. അവനുടയ്ക്കും അവൻ പാണിയും നല്ല പാത്രമായി തൻഹിതം പോൽ. അവനുടയ്ക്കും അവൻ പാണിയും നല്ല പാത്രമായി തൻഹിതം പോൽ. എന്നുള്ളം നിന്നില ആഴമാം വിശ്വാസത്താൽ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ആമേൻ, ആമേൻ, ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് നമ്മെ ഉടയ്ക്കുകയും പണിയുകയും ചെയ്യുന്ന നല്ല ഒരു കുശവനായി, നല്ല കർത്താവായി എല്ലായ്പ്പോഴും എന്നും നമ്മോട് കൂടെയുണ്ട്. കർത്താവിന്റെ നാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ ജീവിതം താൽക്കാലികമായി അല്പകാലത്തേക്ക് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ, കർത്താവെ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കണമേ എന്നുള്ളതായ ഒരു ഭക്തന്റെ ആഗ്രഹമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരാഗ്രഹം. ആ ഒരു ആഗ്രഹത്തിലൂടെ നമ്മുടെ ഈ ആയുസ് സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം, കുടുംബജീവിതം, ശുശ്രൂഷാ തലങ്ങളിൽ മുന്നേറുവാൻ, വർദ്ധിച്ചു വരുവാൻ, അനേക ആയിരങ്ങൾക്ക് പ്രയോജനമുള്ളവനായി തീരും, അനേക വേദികളിൽ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവദാസിനെയും കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ അനുഗ്രഹീതമായ സാക്ഷ്യം ഏറെ അനുഗ്രഹമായി തീർന്നു, പ്രചോദനം പകരുവാൻ, പ്രോത്സാഹനം പകരുവാൻ ഇടയായി തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവദാസൻ കടന്നുപോയ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും ആഗ്രഹിച്ചില്ല,
ഒരു സാഹചര്യത്തിലും ശരീരത്തിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ, ചില രോഗങ്ങൾ ഡോക്ടർമാർ ആദ്യം പറഞ്ഞു സാരമില്ല എന്ന് അവഗണിച്ചു വിട്ടു, അല്ലെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് പറഞ്ഞു വിട്ടു. എന്നാൽ പിന്നീട് മുന്നത്തേതിൽ അങ്ങോട്ട് വരുമ്പോൾ ചില ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വിധേയനാകുവാനും അത് ചില ഗൗരവമുള്ളതായ രോഗങ്ങൾക്ക് ആ ഒരു തലത്തിലേക്ക് മാറുവാനിടയായി തീർന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇനിയും അധികം കാലം ഇല്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇനിയും ഒരു പ്രതീക്ഷയില്ല എന്ന് ലോകം പറയുമ്പോൾ, വൈദ്യശാസ്ത്രം പറയുമ്പോൾ, സയൻസ് പറയുമ്പോൾ, നമുക്ക് എന്ത് അധികാരമാവുള്ളേ? നമുക്ക് എന്ത് അവകാശമുള്ള അങ്ങനെ പറയുവാൻ? സ്തോത്രം. ദൈവമല്ലേ ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചത്? ദൈവമല്ലേ നമുക്കൊരു അവസരം തന്നിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ദൈവം എന്തിനാണ് അയച്ചത്? എന്തിനാണ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്? ആ ദൗത്യം പൂർത്തീകരിക്കാതെ കർത്താവ് നമ്മളെ ഭൂമിയിൽ നിന്ന് എടുക്കുമോ? സ്തോത്രം. തീർച്ചയായിട്ടും ധൈര്യമായി വിശ്വാസത്തോടെ ജീവിക്കൂ. പല പ്രിയപ്പെട്ടവർ ഞങ്ങളെ ശ്രവിക്കുന്നവർ വിചാരിക്കും, എൻ്റെ ജീവിതം ഡോക്ടർമാർ നിശ്ചയിച്ചിരിക്കുന്നു, വൈദ്യശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്നു, എനിക്കിനി സമയമില്ല, ദിവസങ്ങൾ മാത്രമാണ്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രതീക്ഷയില്ലാതെ ജീവിതങ്ങൾ നയിക്കുന്നതായ പ്രിയമുള്ളവരെ, പ്രിയ സഹോദര സഹോദരി, ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവഹിതം നിവർത്തിക്കുവാനാണ് ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, ആക്കി വെച്ചിരിക്കുന്നതെങ്കിൽ നിശ്ചയമായും ദൈവം അത് നിവർത്തിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യും. കർത്താവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കും. കർത്താവ് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തില്, നിന്റെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവിന് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കൂ. കർത്താവ് നിന്റെ ജീവിതത്തില് അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. വിശ്വാസ കണ്ണുകളാൽ ഒന്ന് കാണ്, ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിക്ക്. യേശു എൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്യുമെന്ന് പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുമോ? നിശ്ചയമായിട്ടും ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങളാ ഞങ്ങള് വിളിച്ചു പറയുന്നത്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ സത്യം തിരിച്ചറിയൂ. നിശ്ചയമായിട്ടും അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും കാണുവാൻ കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിരാശകൾ മാത്രം, കയ്പിന്റെ അനുഭവം മാത്രം ചവച്ചിറക്കുന്ന വ്യക്തിയാണോ? രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി, ഒരുപക്ഷെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ICUവിൽ കിടക്കുന്ന, അല്ലെങ്കിൽ അടുത്ത സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ജീവിതം ഇനി എല്ലാം അവസാനിച്ചു, പ്രതീക്ഷകളെല്ലാം കൈവിട്ടു എന്ന് വിചാരിച്ച് ദുഃഖത്തോടെ ആയിരിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന് ഈ സമയമാണ് നിങ്ങളെ കൊണ്ട് ആവശ്യം. നാളെയല്ല, ഇന്നലെയല്ല, ഇപ്പോഴാണ് നിങ്ങളെ ആവശ്യം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കും. ഒരു തുള്ളി കണ്ണുനീരൊഴുക്കും. ആ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ധാരധാരയായി ഒഴുക്കുന്ന ആ കാൽവറി ക്രൂശിലെ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നതായ ആ പുണ്യാക രക്തം ആ നിങ്ങളുടെ ശിരസിന്മേൽ ഒരു തുള്ളി ഒന്ന് വീഴട്ടെ. അത് നിങ്ങളുടെ കൈകളിലേക്ക് ഒന്ന് പതിക്കട്ടെ. അത് നിങ്ങളെ ജീവിപ്പിക്കും, അത് നിങ്ങളെ ശക്തീകരിക്കും, അത് നിങ്ങളെ സൗഖ്യമാക്കും, അത് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ആമേൻ, ആമേൻ, ആമേൻ. കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ TVയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം കർത്താവ് പാസ്റ്റർ ജോമറ്റ് ജോൺസൺ നമ്മെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഒരിക്കൽ കൂടത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത് കാണുന്ന കേൾക്കുന്ന കർത്താവ്, അനേകർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ സാക്ഷ്യം അവർക്കൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവ്, ക്യാൻസർ എന്ന മാരക രോഗത്താൽ, മറ്റു പല മാരകമായ പ്രശ്നങ്ങളാൽ കർത്താവെ തകർന്നിരിക്കുന്ന വേദനയോടെ ആയിരിക്കുന്ന ഒട്ടേറെ ജനങ്ങളുണ്ടല്ലോ കർത്താവ്. ദിവസങ്ങൾ അവരുടെ മേലെല്ലാം ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗികൾ സൗഖ്യമാകട്ടെ, പ്രശ്നങ്ങൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ. സകലത്തിലുമുപരി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം പേർ കർത്താവ് ഇത് നിമിത്തം, ഈ സാക്ഷ്യം നിമിത്തം എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അങ്ങനെ ചെയ്യുകയാൽ സ്തോത്രം ചെയ്യും. രോഗികൾ കൂട്ടമായി വിടുതൽ പ്രാപിക്കട്ടെ കർത്താവ്. ക്യാൻസർ നിമിത്തം ഭാരപ്പെടുന്ന കർത്താവെ, തളർന്നിരിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, മാതാപിതാക്കൾ കർത്താവ്, അവരുടെ എല്ലാം മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ ചലിക്കിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേക അരോമ TVക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഈ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വലിയ വിശാലതകൾ കർത്താവ് നൽകണമേ. വലിയ നന്മകൾ കാണുവാൻ കർത്താവ് സഹായിക്കണമേ. ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഭൂമിയിലെ സകല ഭൗതിക നന്മകളാലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ കർത്താവ്, ഈ മിനിസ്ട്രിയെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവ് ഞങ്ങൾ മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുകയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരിക്കൽ കൂടെ സമ്പൂർണമായ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അമേൻ, അമേൻ, അമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോമർ ജോൺസൺ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ, സാക്ഷ്യം, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ശക്തമായി ഉപയോഗിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com